ക്യാമറ റോളിംഗ് ആക്ഷൻ. ഓക്കെ സാർ, ഞങ്ങളുടെ പോഡ്കാസ്റ്റ് ഞങ്ങളൊരു 8 എപ്പിസോഡായിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പം നമ്മളത് ഒരു ലൈവ് ഷോ എക്സ്പീരിയൻസിലേക്ക് കൺവേർട്ട് ചെയ്താൽ ആലോചിച്ച് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു പരിപാടി. അതായത് നമ്മുടെ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സാധനം നമ്മൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന ഫോർമാറ്റിൽ ഞങ്ങൾ ലൈവിൽ നിങ്ങളോടും ഇന്ററാക്ട് ചെയ്ത് ഓഡിയൻസിനോട് ഇന്ററാക്ട് ചെയ്ത് നമ്മളും ഇന്ററാക്ടിങ് സെഷനായിട്ട് ചെയ്യാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അങ്ങനെയാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. നമ്മൾ ഓൾറെഡി സ്കൂൾ സ്റ്റോറീസ് എന്ന് പറഞ്ഞൊരു പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്കൂളിലെ കുറച്ച് കാര്യങ്ങൾ, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയുള്ള കാര്യങ്ങൾ. സോ ബാക്കിയുള്ള കുറച്ച് സ്കൂൾ സ്റ്റോറീസ് നമ്മൾ ഇവിടെ ലൈവായിട്ട് ട്രാൻസ്ലേഷൻ നടക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം നമ്മുടെ ഷോയുടെ ലെവൽ വെച്ചാൽ ഇന്റർനാഷണൽ ഷോ ആണ്. ഇവിടെ നമുക്ക് ഭാഷ അറിയാത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ നമ്മുടെ സ്കൂൾ സ്റ്റോറീസിനെ പറ്റി നമ്മൾ ജാം ചെയ്യാന്ന് വിചാരിച്ചാൽ വന്നത്. സോ നിങ്ങളുടെ ഓപ്പൺ മൈൻഡോട് ഇരിക്കുക. പേപ്പർ എല്ലാവരും കിട്ടിയായിരുന്നോ? ബെസ്റ്റ് ആൻഡ് വേസ്റ്റ് മെമ്മറി എഴുതാൻ വേണ്ടി എന്തെങ്കിലും എഴുതിയായിരുന്നു ആരെങ്കിലും? ഇനി സമയം വേണം, എക്സ്ട്രാ ടൈം, എക്സ്ട്രാ പേപ്പർ, എക്സ്ട്രാ ഷീറ്റ് കൊടുത്ത ആർക്കെങ്കിലും. സോ നമ്മൾ അത് എന്തെങ്കിലും കിട്ടുന്ന അതിനെ സംസാരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കും. നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഇൻഡൽജ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? വെൽക്കം ടു വിറ്റ് ടോക്ക്. ഞാൻ 80s കിഡ്സ് ആണ്. ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ഞാനാണ്. അപ്പം ഇവർക്കൊക്കെ എക്സാമിനെ പറ്റിയും സ്കൂളിനെ പറ്റിയൊക്കെ പറയാനുള്ള കഥകളിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് എനിക്കായിരിക്കും. എൻ്റെ സ്കൂൾ ടൈമിൽ എനിക്ക് തോന്നുന്നൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ സമയത്ത് ഞാൻ ഈ 9ാം ക്ലാസ്സുകാർക്കൊക്കെ എക്സാമിന് പറഞ്ഞു കൊടുക്കുമായിരുന്നു. എന്റെ ബ്രദർ എന്നൊക്കെ 2 വയസ്സ് മൂത്തതാ. അപ്പൊ ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ കുറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം എന്ത് വന്നെങ്കിലും കമ്പയർ ചെയ്യുന്ന അങ്ങനെ സാധനം. പുള്ളി ഭയങ്കര പഠിപ്പിച്ചാണ്. പുള്ളി ഡോക്ടറാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കും. അപ്പം പുള്ളിയെ വെച്ച് എന്നെ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പോകുന്ന എല്ലാ ക്ലാസ്സുകളിലും ആ ക്ലാസ്സിൽ ആ ടീച്ചേഴ്സ് എന്തായാലും എൻ്റെ ബ്രദറിനെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ അനസ് അങ്ങനെ ഭയങ്കര എടുപ്പായിരുന്നു, നീ എന്താ ഇങ്ങനെ. അപ്പോൾ ഞാൻ മാർക്ക് വാങ്ങിക്കും പുള്ളിയുടെ അത്രയും, പക്ഷെ ഭയങ്കര ഉഴപ്പാകുന്നൊരു ധാരണ എങ്ങനെ വന്നു വെച്ചാൽ ക്ലാസ്സിൽ സംസാരിക്കാം. അന്നത്തെ ലെവലിൽ അധ്യാപകരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? നമ്മൾ ക്ലാസ്സിൽ സംസാരിക്കാൻ പാടില്ല, അവരെന്ത് പറയാൻ തലയാട്ടണം, ഇതൊന്നും ഞാൻ ചെയ്തില്ല. പക്ഷെ മാർക്കുണ്ടായിരുന്നു എൻ്റെ വിശ്വാസം. കാരണം അവരുടെ കണക്കിൽ അത് കൂട്ടത്തില്ലെന്ന് ആരും പറഞ്ഞു. 50-ൽ 40 നല്ല മാർക്കല്ലേ? 50-ൽ 40, 18 നല്ല മാർക്കാണ്. ജോൺ അതാ കിട്ടിക്കൊണ്ടിരുന്നത്. എന്റെ ബ്രദർ വാസ് ലൈക്ക് ഹിസ് 49-48 ആയിരുന്നു 50 കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പൊ ആൾക്കാർ ഈ 9 മാർക്കിന്റെ വ്യത്യാസത്തിനെ കാണുന്നത് എന്തൊരു മോശമായത് നീ കാണിക്കുന്നത് എങ്ങനെ വിചാരിച്ചു. അപ്പം എന്റെ ബ്രദറിന്റെ ഫ്രണ്ട്സ് ഞാനും എക്സാം ഹാളിൽ ചില സമയത്ത് ഒരുമിച്ച് വരാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ സ്കൂളിൽ എക്സാം അറേഞ്ച് ചെയ്യുന്നത് ഒരു 5ാം ക്ലാസ് 7ാം ക്ലാസ് അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ സോ ഞാൻ ഇരിക്കുന്നതിന്റെ അടുത്ത് എന്റെ ബ്രദറിന്റെ ഫ്രണ്ട്സ് വന്നിരിക്കുകയായിരുന്നു. ആ കുടിച്ചതിൽ എന്നെ വല്ലാതെ ഹടാതെ ആകർഷിച്ചു. സോ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ എന്റെ ബ്രദറിന്റെ ഫ്രണ്ടിന്റെ എക്സാം, ഞാൻ എന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഞാനിങ്ങനെ അപ്പുറത്തേക്ക് നോക്കിയപ്പോ എനിക്ക് പരിചയമുള്ള വരെ പോണമെന്ന് തീരുമാനിക്കേണ്ടത് അതാണ്. ആ ക്വസ്റ്റ്യൻസ് എന്നെ ആകർഷിക്കുന്നുണ്ടോ? അതല്ല, ശരിക്കും ഞാനും ബ്രദർ എന്റെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. ഞാൻ 6-ലിരിക്കുമ്പോ 4ത്തെ പേപ്പർ നോക്കി എനിക്ക് മനസ്സിലാവില്ല ഞാനിവിടെ എങ്ങനെ എത്തി എന്നുള്ളത്. അല്ല, അത് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെയാണ് പെട്ടെന്ന്. അല്ല, എനിക്കൊന്ന് പഠിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം തോന്നാറില്ല. എങ്ങനെ പഠിച്ച് കുറച്ച് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് അന്ന് പഠിച്ചത് നീ ഓർത്തിരിക്കാറുണ്ടോ? ആരെങ്കിലും ഓർത്തിരിക്കാറുണ്ടോ? 6ാം ക്ലാസ്സിലെ 2 ചോദ്യം സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സെൻട്രൽ ട്രിഗ്നോമെട്രി ഇല്ല. ഞാൻ കെട്ടിലൊക്കെ നമുക്ക് അലക്സിന്റെ അടുത്ത് തെർമോഡൈനാമിക്സ് സെക്കൻഡിലോ. നിനക്കറിയാം ആൻസർ അറിയാമെങ്കിൽ നമുക്ക് ചോദിക്കാം. എനിക്കറിയാം. അറിയാമെന്ന് ചോദിച്ചോ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ അറിഞ്ഞൂടാ? എനിക്ക് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ പറയും. ടാൻ തീറ്റ കറക്റ്റ്. ഞാൻ ഏതോ നമ്പർ പ്രതീക്ഷിച്ചിരുന്നു. ഓക്കെ, അപ്പൊ 6ാം ക്ലാസ് അല്ല, നീ അപ്പൊ 9ാം ക്ലാസ്സിലെ പരീക്ഷ പേപ്പർ കാണുമ്പോ ഞാനത് നോക്കിയപ്പം എന്റെ ബ്രദർ ഞാൻ ഒന്നിച്ച് പഠിക്കുന്ന നീ കുറെ ബുക്സ് ഇങ്ങനെ അങ്ങോട്ടോട് മറിഞ്ഞു പോകല്ലോ. നമുക്ക് നീ ഇങ്ങനെ തെറ്റി കിട്ടി എന്ത് കിട്ടിയാലും പഠിക്കില്ല. ഇന്ന് ഇത് പഠിച്ചു പുസ്തകപ്പുഴായിരുന്നു. അപ്പൊ എന്റെ മനസ്സിലൊരു നോഷൻ വന്നു, ഇതെനിക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസ് സോഷ്യൽ സ്റ്റഡീസ് 10 ക്വസ്റ്റ്യൻസ് മറ്റേ ഓപ്ഷൻസ് ഉള്ള ക്വസ്റ്റ്യൻ അന്നൊക്കെ വരുന്നു. മറ്റേ ബയോളജിയിൽ റീപ്രൊഡക്ഷൻ ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഇത് നമ്മുടെ പക്ഷെ അത് ഭാഗ്യത്തിൽ സോഷ്യൽ സ്റ്റഡീസ് ആയിപ്പോയി. അപ്പൊ ഞാൻ നോക്കുമ്പോഴത്തേക്ക് പുള്ളി ഇങ്ങനെ എഴുതി അതിന്റെ ആൻസർ എഴുതി. ഞാൻ നോക്കുമ്പോൾ തെറ്റാ.
ഞാൻ ഇങ്ങനെ ഏതായിരുന്നു വിഷയം? സോഷ്യൽ സ്റ്റഡീസ്. വിഷയം സോഷ്യൽ സ്റ്റഡീസ്. പുള്ളി ഏത് സാധനം ചോദിച്ചത് ഗ്രാനറി ഓഫ് കേരള അങ്ങനെ എന്താ പുള്ളി ആൻസർ എഴുതി. അപ്പൊ എന്റെ കണക്കിൽ തെറ്റാ. ഞാൻ ഇങ്ങനെ തട്ടിട്ട് ഇതാണ്. അപ്പൊ പുള്ളി എന്നെ ഇങ്ങനെ നോക്കി, അനസിന്റെ അനിയൻ. പുള്ളി അത് വെട്ടിയിട്ട് ഞാൻ പറഞ്ഞ ആൻസർ. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ആയി. ഞാൻ 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ എനിക്കറിയാതെ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ. പുള്ളി അത് എഴുതി. അല്ല, നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഈ കോൺഫിഡൻസ് കിട്ടുന്നത്? എന്റെ അഹങ്കാരം. നിങ്ങളല്ല, നിങ്ങളത് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതെനിക്ക് പിന്നെ മനസ്സിലായത്. ഓക്കെ. ഞാൻ പുള്ളി അടുത്ത് എഴുതി അത് തിരുത്തിച്ച് എന്നിട്ട് വീണ്ടും മാറ്റി. അങ്ങനെ 3 ക്വസ്റ്റ്യൻ ആൾക്കാർ സംശയിച്ചു കളിക്കണം. ഇല്ല, പുള്ളി എപ്പോഴും ഇങ്ങനെ എല്ലാത്തിന്റെ ഉത്തരം ആലപ്പുഴ എന്നല്ലേ? അല്ല, പുള്ളി എപ്പോഴും ഇങ്ങനെ അനസിന്റെ അനിയൻ. ഇത് കറക്റ്റ് ആയിരിക്കും. പുള്ളി 3 ഞാൻ പറഞ്ഞു പേപ്പർ ഇയാള് 4 പിള്ളേരും എന്റെ ക്ലാസിന്റെ ഫ്രണ്ടില്. ഞാൻ പുള്ളിയുടെ ശരി ആൻസർ തെറ്റിച്ചതാ. പുള്ളി കറക്റ്റ് എഴുതിയത് ഞാൻ തെറ്റിച്ചതാ 3 എണ്ണം. പുള്ളി മര്യാദ ഇടിച്ചില്ല. അനസിന്റെ അനിയൻ ഫോട്ടോ വിട്ടേക്കണം. ഇല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അറിയാവുന്നൊരു? അറിയാന്നുള്ളത് തെറ്റിയതാ, ബോധമൊന്നുമില്ല, വെറുതെ അടിച്ചോട്ടതാ. നമുക്കൊരു തോന്നൽ ഇത് പറഞ്ഞൂടാ അത് പറഞ്ഞൂടാ, അത് അറ്റൻഡ് ചെയ്യാൻ. അതിനകത്ത് ഓപ്ഷൻസ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ അറ്റംപ്റ്റ് പോലും ചെയ്യില്ല. എന്റെ മനസ്സിൽ തോന്നുന്നു ഓപ്ഷൻസ് 4 ക്വസ്റ്റ്യൻസ് കണ്ടിട്ടാ ഞാൻ മതി ഇതല്ല എ അല്ല സി. അയാളൊരു കാര്യം ചെയ്തായിരുന്നു, ഇവന്റെ പേപ്പറിലേക്ക് വല്ലപ്പോഴും ഒന്ന് നോക്കിയാൽ മതിയായിരുന്നു. അത് കാര്യമായിട്ട് കിടക്കാം. പറഞ്ഞിരുന്ന എഴുതൂലല്ലോ. പക്ഷെ ഞാൻ എഴുതുമായിരുന്നു. എന്റെ പേപ്പറൊക്കെ നിറഞ്ഞു എഴുതും, കഥയൊക്കെ എഴുതിവിടാൻ. സോഷ്യൽ സ്റ്റഡീസ് അങ്ങനെ ആയിരുന്നല്ലോ. നമ്മുടെ ഒരു വിചാരം സോഷ്യൽ സ്റ്റഡീസിന്റെ സാറ് ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്നത് വെയിറ്റ് ഇങ്ങനെ നോക്കിയിട്ടല്ല, ഇങ്ങനെ എടുത്തിട്ട് 40 മാർക്ക് കൊടുക്കാം. അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് അതനുസരിച്ച് എഴുതി വിട്ടോണ്ടിരുന്നു. നിന്റെ എക്സാം എന്തായാലും ഭയങ്കര ഗംഭീരമായിരിക്കുമല്ലോ. നിങ്ങക്ക് അറിയാം, ഇദ്ദേഹത്തെ അറിയാലോ അല്ലേ? പറഞ്ഞു ഇതേ IIT IIM ആണ്. കേരള എൻട്രൻസ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് ആണ്. അപ്പൊ പുള്ളി ബേസിക്കലി പഠിപ്പിയായിരുന്നു. എന്റെ എക്സാം എന്ന് പറഞ്ഞാൽ എനിക്ക് പഠിക്കാത്തതിലൊരു നിരാശ തോന്നാത്ത ഇവനൊക്കെ കാണുമ്പോഴാണ്. ഇത് പോയാലും ഇത്ര വരെയല്ലേ പോകുള്ളൂ, എന്ത് കാര്യത്തിന് പഠിക്കണം? അല്ല, ഞാൻ പഠിക്കണ സമയത്ത് പഠിക്കാത്തവരെ സഹായിക്കുന്ന ഒരു നല്ല പഠിപ്പിയായിരുന്നു. ഇനി അങ്ങനെ പറയാലോ. മൾട്ടിപ്പിൾ ചോയ്സ് ആൾക്കാർക്ക് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു. തെറ്റിച്ചിട്ടല്ല മൊത്തം പറഞ്ഞു കൊടുക്കണ്ടെന്ന് ഓർത്ത് തെറ്റിച്ചിട്ടില്ലേ? 10 എല്ലാം എഴുതിയ എന്റെ ഒപ്പം മാർക്ക് അങ്ങനെ തോന്നുന്നു എനിക്ക് വരത്തില്ല. ഇല്ല, എനിക്ക് ഭയങ്കര എക്സെപ്ഷണൽ മാർക്സ് ആയിരുന്നു. ഞാൻ പറയുന്നത് നല്ലതാണെന്ന് നിങ്ങൾ എനിക്ക് നമ്മുടെ ഈ നമുക്ക് ഈ 120 കറക്റ്റ് കിട്ടിയ 480 ആണല്ലോ ടോട്ടൽ മാർക്ക് ഒരു മോക്ക് എൻട്രൻസിന് പറഞ്ഞ മോക്ക് എൻട്രൻസ് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്റ്റിന്റെ മൾട്ടിപ്പിൾ ചോയ്സിൽ എനിക്ക് 480, 450, 440 കിട്ടുമായിരുന്നു. സെക്കൻഡ് വരുന്ന ആൾക്ക് 250, 260 കിട്ടുള്ളായിരുന്നുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് എന്റെ കോപ്പി അടിച്ചെടുത്തിന് 360 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അവനെ പൊക്കി. ഇത് എവിടുത്തെ കാര്യം നീ പറയുന്നത്? ഇത് ട്യൂഷൻ നമുക്ക് മോക്ക് വരുമ്പോ കോച്ചിങ് അല്ല, നമുക്ക് ട്രിവാൻഡ്രത്ത്, എനിക്കറിഞ്ഞൂടാ ബാക്കിയുള്ളിടത്തോട്ടോ, ട്രിവാൻഡ്രത്ത് ഭയങ്കര ട്യൂഷന്റെ കൾച്ചറുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷനും. അപ്പൊ ഞാൻ കെമിസ്ട്രിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഇതേപോലെ അപ്പൊ അവര് ട്യൂഷൻ ക്ലാസ്സിലെ മാർക്കാണ് അതെന്താ ഇല്ല, നമ്മള് 11, 12 ട്യൂഷനിലാണ്. സിറ്റി ബോയ്സ് അങ്ങനെയാണ്. ഇത് പറയുമ്പോ അവൻ പറയും എനിക്ക് എൻട്രൻസിന് അത്ര മാർക്ക് ഉണ്ടായിരുന്നു, അത് പറയാൻ വേണ്ടി എൻട്രൻസിന്റെ മാർക്ക് എത്രയായിരുന്നു? എല്ലാ കാര്യം അവർക്ക് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇതൊക്കെ കേൾക്കേണ്ടത് അല്ല അങ്ങനെ ടോപ്പ് മാർക്ക് എനിക്ക് 960 891 ഉണ്ടായിരുന്നു. 960 891 വലിയ കാര്യമല്ല. അതെനിക്ക് പഠിക്കാൻ പറ്റില്ല ശരിക്കും. എനിക്ക് 101 960 891. അതായത് 69 കുറവ്. നിനക്ക് അന്ന് 69 അതെ. ഞാനിങ്ങനെ സോഷ്യൽ സ്റ്റഡീസ് തെറ്റി ഇങ്ങനെ മാത്സ് ഞാൻ പണ്ടേ കിട്ടില്ലായിരുന്നു. 103 കിലോ അല്ലേ? എനിക്ക് മാത്സിന് ഫുള്ള് കിട്ടുമായിരുന്നു. മാത്സിന് 50 കിട്ടുമായിരുന്നു. ഞാൻ മാത്സിൽ ഭയങ്കര പുലിയായിരുന്നു അന്ന്. ഇതോടുകൂടി ഞാൻ ഈ പോഡ്കാസ്റ്റിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അല്ല, എനിക്ക് ബിടെക്കില് ഒരു 10-50 സപ്ലി ഉണ്ടെങ്കിലും ഞാൻ എല്ലാ സെമസ്റ്ററിന്റെയും മാത്സ് ക്ലിയർ ചെയ്യായിരുന്നു. അതെല്ലേ? ഞാൻ സ്കൂളിലേ ഉണ്ടായിരുന്നുള്ളൂ പഠിത്തം. കോളേജിൽ കുറവായിരുന്നു പഠിത്തം, മോശമായിരുന്നു. സ്കൂളിൽ പക്ഷെ പഠിക്കുമായിരുന്നു വീട്ടുകാരുള്ളതുകൊണ്ട്. നിന്റെ സ്കൂൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു മഹാദേവ? സ്കൂൾ എക്സാംസ് ഈ എക്സാമിനകത്ത് നീ തുണ്ട് വെച്ച് എഴുതിയിട്ടുണ്ടോ? എനിക്കൊന്ന്
ഒരു മറ്റേ പിള്ളേർ കോപ്പി അടിക്കാൻ ചിന്തിക്കൂല എന്ന് ടീച്ചർമാര് വിചാരിക്കുന്ന ഒരു പ്രായമില്ല. 3ാം ക്ലാസ് 2-ലോ 3-ലോ ഞാൻ CBSE സ്കൂളിൽ പഠിച്ചോണ്ടിരുന്നത്. അപ്പൊ ഇതുപോലെ മൾട്ടിപ്ലിക്കേഷൻ മറ്റേ അടിച്ചിട്ട് ഇങ്ങനെ ഡോട്ട് ഇട്ട് വെക്കും, അവിടെ എഴുതണം മൾട്ടിപ്ലിക്കേഷൻ അവിടെ ഇവിടെ അങ്ങനത്തെ സാധനം. അപ്പൊ എനിക്കിത് ഭയങ്കര പാടാ. അപ്പൊ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ എനിക്ക് എന്ത് ചെയ്ത് അറിയത്തില്ല. അപ്പൊ പരീക്ഷയുടെ തലേ ദിവസം ഞാൻ വിചാരിച്ചു അന്ന് പഠിക്കാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു, അന്നും പറ്റിയില്ല. എന്നും അടികൊള്ളുന്ന ഇതിനാണ്. അപ്പൊ ടീച്ചർ ബാക്കി ആൾക്കാരുടെ പോർഷൻ ബാക്കിയൊക്കെ പോകുന്നുണ്ട്, പക്ഷെ എന്നോട് ഈ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ തന്നെയാണ് ചോദിച്ചോണ്ടിരിക്കുന്നത് എന്നും. പക്ഷെ അത് മാത്രം പഠിക്കുന്നില്ല, പറ്റുന്നില്ല. അപ്പൊ ഞാൻ അന്ന് എക്സാമിന് എനിക്ക് മനസ്സിലായി ഇത് പെടുന്നുള്ള. അപ്പൊ ഞാൻ തൊടയിൽ പേന വെച്ച് എഴുതി വെച്ച്, എനിക്ക് പെൻസിലാ പരീക്ഷയ്ക്ക്, പക്ഷെ പേന ചേച്ചിയുടെ പേന വെച്ച് തൊടയിൽ എഴുതി വെച്ചിട്ട് നിക്കറാണല്ലോ, അപ്പൊ ഇങ്ങനെ എഴുതി വെക്കും. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നൈസായിട്ട് നിക്കർ വലിക്കും, ഓരോ ലൈൻ വെച്ച് കാണാം. അങ്ങനെ വലിച്ചു 6 തൊട്ട് 8 വരെ 6 തൊട്ട് 9 അറിഞ്ഞൂടാ. ശരിക്കും അങ്ങനെ തൊടയിൽ എഴുതിയിട്ട് ഞാനും പിടിച്ചിട്ടില്ല. അതെ, നിങ്ങൾക്ക് ട്രൈ 5ാം ക്ലാസ് വരെ വർക്കാവുള്ളൂ. കിഡ്സിൽ വീഡിയോ നോക്കി പഠിക്കാം. എന്നിട്ടോ പാന്റ് പാന്റിലേക്ക് എന്റെ പാന്റിന് ഇങ്ങനെ സിബ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് പേടിയാകും പിടി. പിന്നെ ഞാൻ റീസെന്റ് റെഡി ചെയ്തിട്ടുള്ളൂ. പിന്നെ മറ്റേ റൈറ്റിംഗ് പാഡിൽ നൈസായിട്ട് എഴുതിയിടും. അല്ലെ പിന്നെ നേരത്തെ പരീക്ഷ ഓടി ചെന്നിട്ട് ഡെസ്കയിൽ പെൻസിൽ വെച്ച് എഴുതിയിടും. അപ്പൊ ഇങ്ങനെ വെയിലടിക്കുമ്പോ കാണാൻ പറ്റും. പിന്നെ കാൽക്കുലേറ്റർ കുറച്ചുകൂടി സീനിയർ ആക്കും. കാൽക്കുലേറ്ററിന്റെ മറ്റേ സാധനം തുറന്നിട്ട് അതിനകത്ത് പെൻസിൽ വെച്ച് എഴുതി വെക്കും. അപ്പൊ മെട്ടോ അടിച്ചാൽ കാണാൻ പറ്റും. നീ ഇത് എന്തെങ്കിലും നിർത്തിയോ? നീ അങ്ങനെ തന്നെ പാസ്സായിരുന്നു? അല്ല, കാൽക്കുലേറ്റർ ഒക്കെ ഞാൻ PG വരെ കോപ്പി അടിക്കാൻ തെറ്റൊന്നും അല്ലല്ലേ? പിന്നെ ചിലപ്പോ എനിക്കൊരു ഫ്രണ്ട് ബെഞ്ച് കിട്ടും ക്ലാസ്സിന്റെ. അപ്പൊ ബോർഡിനടുത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ബ്ലാക്ക് ബോർഡിൽ പെൻസിൽ വെച്ച് സൈഡിൽ എഴുതിയിരിക്കും. അപ്പൊ ഇതുപോലെ ശരി ആലോചിച്ചൊക്കെ പോയി കിടക്കും, കിട്ടും, തിരിച്ചു ജീവിതത്തിൽ ശരിക്കുള്ള സ്കില്ല് കോപ്പി അടിയല്ലേ വേണ്ട? അല്ല, ജീവിതത്തിൽ സക്സസ്ഫുൾ ആവണമെങ്കിൽ ഏറ്റവും വേണ്ട സ്കില്ല് ഒരു സാധനം പഠിച്ച് അറിഞ്ഞിരിക്കുന്ന. ശരിക്കും പറഞ്ഞ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യം ഒരു ഇതാണ്, നിനക്ക് ഇത്ര സമയം തന്നിട്ടുണ്ട്, ഈ സമയം കൊണ്ട് നീ ഒരു പരിപാടി ചെയ്ത് തീർക്കും. അതെ, കോപ്പി അടിച്ചാലും പ്രശ്നമൊന്നുമില്ല. ശരിക്കും മാർക്ക് എത്ര കിട്ടിയെന്നുള്ളതാണ് അവസാനം ചോദിക്കുള്ളത്. കോപ്പി അടിച്ച് കിട്ടിയെന്ന് ജോലിക്ക് പോയാലും അത്രേ ഉള്ളൂ. നമ്മള് തന്ന പണി ചെയ്തോ, അതിനുള്ള കോച്ചിങ് ആണല്ലോ സ്കൂളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നും കോപ്പി അടിച്ചിരുന്നില്ല. വിദ്യാഭ്യാസത്തിൽ ഇപ്പൊ മാറി ഇപ്പം ബുക്സ് വെച്ച് എഴുതാമെന്നുള്ള ലെവലിലേക്ക് എത്തിയല്ലോ. നമ്മളന്ന് ചെയ്തോണ്ടിരുന്ന സാധനം അധ്യാപകർ അറിയാതെ ചെയ്യുന്ന ഇപ്പൊ അധ്യാപകർ അറിഞ്ഞുകൊണ്ട് ചെയ്യാന്നുള്ള ലെവലിലെത്തിയത്. ഇപ്പൊ പിന്നെ എക്സാം അങ്ങനത്തെ കോൺസെപ്റ്റ് കുറെ അവരുടെ അടുത്ത് മാറ്റിയല്ലോ. കൂട്ടുകാരൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോ കോപ്പി അടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. അതായത് പുള്ളി ഇവനും ഞാൻ അത്യാവശ്യം പഠിക്കായിരുന്നു. ഞാൻ ഈ കോപ്പി അടിക്കുന്നതുകൊണ്ടാണ്, കാരണം ഞാൻ പഠിച്ച് തീർത്തിട്ട് അതൊന്ന് വായിച്ചിട്ടത് ഓർക്കാൻ ലിങ്ക് ഒക്കെ ഉണ്ട് എഴുതിയിരുന്നു. അല്ല ഞാൻ വലിയ ഡിസ്ക്രിപ്ഷൻ ഒന്നും എടുത്ത് പോകത്തില്ല. അല്ലെങ്കിൽ ചില ഇക്വേഷൻ ഒക്കെ ആണല്ലോ, അല്ലെങ്കിൽ ഒരു ചെറിയൊരു സാധനം മതി, അത് വെച്ചാൽ ഡെവലപ്പ് ചെയ്ത് താഴെ ഫുൾ പിടിക്കുക. ആ ഒരൊറ്റ സാധനം കിട്ടിയാൽ അത് പഠിക്കാൻ പാടായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ എഴുതി വെക്കത്തുള്ളൂ. ഇവന് കോപ്പി അടിച്ചിട്ട് +2 സെയിം മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അത്ര പ്രൊഫഷണൽ കോപ്പി അടിയാണ്. അവനങ്ങനെ എഞ്ചിനീയറിംഗ് പോയിട്ട് എഞ്ചിനീയറിംഗ് ആദ്യത്തെ വർഷമൊക്കെ പഠിക്കാമെന്ന് തീരുമാനിച്ച് നടക്കുന്നില്ല. ഒരു പേപ്പർ എന്തോ കിട്ടുള്ളൂ, ബാക്കി ഫുള്ള് സപ്ലി. അപ്പൊ അങ്ങനെ അവസാനം പുള്ളി തിരിച്ച് കോപ്പിഡിലോട്ട് സജീവമായിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൊബൈലിൽ ഡിജിറ്റലായി പുള്ളി. ബാക്കി പിള്ളേർ DTP ഒക്കെ അല്ല എടുക്കുന്നത്. പുള്ളി DTPയുടെ PDF ഫോണിൽ തന്നെ ഇട്ട് വെച്ചു. എന്നിട്ട് ഈ സാധനം ഒരു iPhone 4S എന്തുകൊണ്ട് തീരെ ചെറുതാണ്. അപ്പൊ 4S കോപ്പി അടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഫോണാണ്. ബാക്കി സ്റ്റീവ് ജോബ്സ് അറിഞ്ഞിട്ടില്ല അല്ലേ? എന്നിട്ട് ഇത് ഇവൻ കറക്റ്റ് എല്ലാ മൊഡ്യൂളിന്റെയും PDF സെറ്റ് ചെയ്ത് കറക്റ്റ് ആക്കി ഒരു ഫോൾഡർ ഇട്ട് വെച്ചിട്ട് ഫോൺ ഇങ്ങനെ കാലിന് ഇടയ്ക്ക് വെക്കും. അത് പരീക്ഷ ഇരിക്കുമ്പോ അറിയാതെ നൈസായിട്ട് അകത്തങ്ങാണ്ട് വെച്ച് കയറ്റി അവിടെ ചെല്ലുമ്പോ എങ്ങനെ നൈസായിട്ട് ഇറക്കി തടുക്ക് വെക്കും. കാലിന്റെ ഗ്യാപ്പിലാണല്ലോ ഇരിക്കുന്നത്. എന്നിട്ട് നോക്കും, എഴുതുമ്പോ അങ്ങനെ പുള്ളിക്ക് പേപ്പറൊക്കെ കിട്ടാൻ തുടങ്ങി. അടുത്ത സെമ്മിൽ 2ാമത്തെ സെമ്മിൽ പുള്ളിക്ക് 2 സപ്ലി ഉണ്ട്, ബാക്കി 4 കിട്ടി. ഇത് അത്ര പറ്റാതെ പോകുന്ന ടീച്ചർ സംശയം തോന്നി മാറാതൊക്കെ നിൽക്കുമ്പോൾ എഴുതാൻ പറ്റാതെ പോണത്. അവരിങ്ങനെ നമ്മളിങ്ങനെ ഒരു പഠിച്ചതൊക്കെ ഉണ്ടായിരുന്ന സമയം കിട്ടില്ലെന്ന് പറയുന്ന പുള്ളി എടുത്തതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ടീച്ചർ അങ്ങനെ പറഞ്ഞു. അങ്ങനെ അവസാനം പിന്നെ പിടിച്ചെന്ന് വെച്ചാൽ 3ാമത്തെ വർഷമായി. 2 വർഷം ആ സെമ്മൊക്കെ അടിപൊളിയായിട്ട് 2-3 സെം അടിപൊളിയായിട്ട് എഴുതി. 3ാമത്തെ വർഷം ആയപ്പോഴത്തേക്ക് ഒരു ദിവസം പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പുള്ളി ഇത് വെച്ചലക്കിക്കൊണ്ടിരിക്കുക, വേറെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ചുറ്റുമുള്ളത്. അപ്പൊ പെട്ടെന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞൊക്കെ ഉള്ള സമയത്ത്
ഹോളിലിരിക്കുമ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മാറൂലേ, ഒരു മഴക്കാറൊക്കെ അടിച്ചാൽ ഫുള്ള് ഡാർക്ക് ആവും. അവിടെ ക്ലാസ്സിൽ മൊത്തം ഇരുട്ടായപ്പോഴത്തേക്കും മുഖത്ത് മാത്രം ഭയങ്കര ബ്രൈറ്റ്നസ് കത്ത് നിൽക്കുന്നു. അങ്ങനെ അവസാനം ടീച്ചർ നോക്കി ഫോൺ വെച്ച് ഐവിന് തന്നെ വെതർ കണ്ടീഷൻസ് ഫേവറബിൾ ഇവൻ അറിയത്തില്ല. ഇവൻ പറയുന്നത് മറ്റേ KT എന്തൊരു വൃത്തികെട്ട പക്ഷേ സൈറ്റാണ്. സപ്ലി രജിസ്റ്റർ ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഏത് വിഷയത്തിലാണ് സപ്ലി ഉണ്ടെന്ന് ഇവര് കാണിച്ചു തരില്ല. കാരണം ഇവനും അറിയത്തില്ല. ഇത് കാണിച്ചാൽ സുഖമായിട്ട് അപ്ലൈ ചെയ്യാമല്ലോ, പക്ഷെ ഇത് കാണിക്കത്തില്ല. അപ്പൊ ഇത് ഭയങ്കര പാടാ. അപ്പൊ ഇങ്ങനെ ഇടയ്ക്ക് പരീക്ഷ മാറി കയറി ഇവന് മാത്രം സാധാരണ നോർമലി പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഇപ്പൊ ഇന്നൊരു പരീക്ഷ കഴിഞ്ഞാൽ 2 ദിവസം ഗ്യാപ്പ് കഴിഞ്ഞാൽ ആ സെമ്മിൽ അടുത്ത പരീക്ഷ ഉണ്ട്. പക്ഷെ ഇവൻ ഈ ഗ്യാപ്പുള്ള 2 ദിവസം 2 വർഷത്തെ മുന്നത്തെ പരീക്ഷ ഒക്കെ എഴുതണം. അതുകൊണ്ട് ഇവര് കണ്ടിന്യൂസ് പരീക്ഷ, ഒരു മാനേജർ നോക്കണം അല്ലേ. 10-15 ദിവസമൊക്കെ അടുപ്പിച്ച് പരീക്ഷ. അല്ലെ ഇത് വീട്ടൊക്കെ ഇവിടത്തെ കോളേജിൽ പഠിച്ച എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു മാസം പരീക്ഷ മാസം ഉണ്ട്, പരീക്ഷ മാസം കണ്ടിന്യൂസ് പരീക്ഷ. ഏതൊക്കെ വർഷത്തെ എനിക്ക് ഈ സപ്ലൈ എഴുതുന്ന സമയത്ത് അറ്റൻഡൻസ് കറക്റ്റ് ആയിട്ട് കിട്ടിയായിരുന്നു. ഞാൻ പരീക്ഷ എഴുതാൻ പോയല്ലോ, അവിടെ നിന്ന് അറ്റൻഡൻസ് കിട്ടും. അവസാനം ഇവൻ ഒരു മറ്റേ പരീക്ഷയ്ക്ക് കയറി 2 മണിക്കൂർ അടുത്ത് എഴുതിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തേക്കുന്ന വേറെ ഈ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒരു മറ്റേ ഇൻവിജിലേറ്റർ മിസ് വന്നിട്ട് പറഞ്ഞു, സോറി ഒരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട്, നിങ്ങൾ ഒരാളെ എഴുതിക്കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ജൂനിയേഴ്സിന്റെ ആണ്. പുള്ളി വെച്ചടക്കുമായിരുന്നു. അപ്പോഴാണ് ഇവന് കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കി മനസ്സിൽ ഇവന്റിയിൽ ഇരിക്കുന്നത് കൊടുക്കാൻ പറ്റത്തില്ല, നാണക്കേടല്ലേ. പിന്നെ മിണ്ടാതിരുന്ന് ഇത് കെട്ടിക്കൊടുത്ത് വിട്ടു. അത് പൊട്ടിയതാണ്. അല്ല, പുള്ളി എല്ലാം പഠിക്കുന്നുണ്ട്, പുള്ളിക്ക് ഏതായാലും അറിയാമോ, ഏത് കിട്ടിയാലും പുള്ളി എഴുതും. പുള്ളി എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചോണ്ട് ഒരു പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട് ഒരു ദിവസം. അപ്പൊ ഇവിടെ നാട്ടിൽ നിന്ന് ആലപ്പുഴയിൽ നിന്ന് രാവിലെ എക്സാമിന് വേണ്ടി രാവിലെ പോകുന്നു. അപ്പൊ അവനോട് രാത്രി എഴുതിച്ചിട്ട് ഈ പരീക്ഷ കാര്യം മറന്നു പോയത്, സപ്ലൈ പോകണം പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് അവനെ വിളിച്ച് എഴുന്നേപ്പിച്ച് രാവിലെ 7 മണിക്ക് കണ്ട് ഇവിടുന്ന് ബൈക്ക് ഓടിച്ച് തിരുവനന്തപുരം വരെ ബൈക്ക് ഓടിച്ച് അവിടെ ചെന്ന് കോളേജിൽ കയറാൻ പറ്റി. അവിടെ മറ്റൊന്നും പ്രാന്ത് പിടിച്ച് അവന് ഒരു കാര്യമില്ല, വർക്കൊക്കെ കളഞ്ഞിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യാറുണ്ട്. ഇനി പരീക്ഷ കഴിഞ്ഞ് 2.5 മണിക്കൂർ വലുത് നിൽക്കണം, എന്നിട്ട് ഇവനെ കൊണ്ടുവന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് സ്പീഡിലൊക്കെ ഓടിച്ച സമയത്ത് എത്തൂല എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ച് അവിടെ ചെന്നിട്ട് ഇവൻ പുറത്ത് ബൈക്കൊക്കെ വെച്ച് നിൽക്കുമ്പോൾ പരീക്ഷ എഴുതാൻ പോയവൻ തിരിച്ചു വന്നു. അപ്പൊ തന്നെ എന്നിട്ട് പോവാന്ന് എന്താ ഞാൻ പരീക്ഷ പഠിച്ചപ്പോ ടീച്ചറിനെ കണ്ട് ഹുമ്മെന്ന് വെച്ചു. പുള്ളിയെ പുച്ഛിച്ച പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ നോക്കിട്ട് ഹുമ്മെന്ന് ഞാനും കഴിയുന്നില്ല. ഞങ്ങൾക്ക് കൂടെ പഠിച്ചവരൊക്കെ ടീച്ചറായി വന്നിട്ട് പരീക്ഷയൊക്കെ എഴുതാനൊക്കെ പോയിട്ടുണ്ട്. നമ്മളൊപ്പം പഠിച്ചവര് എംടെക് കഴിഞ്ഞിട്ട് അവിടെ ടീച്ചറായിട്ട് കയറിയിട്ട് നമ്മള് പരീക്ഷ എഴുതുന്ന എടി നീ ഇവിടെ. ഞങ്ങളുടെ കൂട്ടത്തിൽ വരുന്നുണ്ട് ഇതുപോലെ. അവൻ എല്ലാം ഇത് വെക്കും ചെയ്യും, തുണ്ട് വെക്കും ചെയ്യും. അവൻ വന്നിട്ട് ഭയങ്കര തള്ളും. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഭയങ്കര പ്രൗഡായിട്ട്. അപ്പൊ S3 ഇതുപോലെ ഇലക്ട്രോണിക്സ് പരീക്ഷ ഭയങ്കര ടഫ്, പഠിപ്പിസ്റ്റുകൾ ജയിക്കുമെന്ന് കൺഫ്യൂഷനിൽ വന്നിക്ക. അപ്പൊ ജിനേഷ് വന്നിട്ട് പറഞ്ഞു ഒരു 80-86 ഉറപ്പ് 86. എന്നിട്ട് അപ്പൊ പഠിപ്പികൾക്കൊക്കെ നെഞ്ചത്ത് കൊള്ളണം. ജിനേഷിന് ഇലക്ട്രോണിക്സ് എഴുതാറിയില്ല. ജിനേഷ് 86 കിട്ടുന്ന പറഞ്ഞിട്ടാ നിക്കണേ. എന്നിട്ട് ഇവരെ നെഞ്ചത്ത് കുത്താൻ വേണ്ടിട്ട് എടാ സ്റ്റാൻലി പഠിപ്പിച്ച എടാ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം ഇതല്ലേ. അപ്പൊ സ്റ്റാൻലി നോക്കിട്ട് ഇതന്നെടാ. ഫുൾ സാഡ്. പഠിപ്പിച്ചതൊക്കെ മരിച്ച വീട്ടിൽ നിൽക്കണ. അവര് തോക്കണേലല്ല, ജിനേഷിന് 86 കിട്ടുന്നുണ്ട്. പക്ഷെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നും ഒരു കാര്യത്തിലും തീർച്ച മുറിച്ചില്ല. ജിനേഷിന് 7-8 മാർക്ക്. അപ്പൊ ഞങ്ങളെല്ലാരും ഒന്ന് കളിയാക്കാൻ തുടങ്ങി. ഇവൻ തുണ്ട് വെക്കുമ്പോ ഷോൺ ഇൻ ദ ഫിഗർ BC എന്നുള്ളതുള്ള അതേപോലെ അത് ടെക്സ്റ്റിലാണ് കിടക്കുന്നേ. ഷോൺ ഇൻ ദ ഫിഗർ. പ്ലീസ് ഡോണ്ട് സ്ക്രോൾ ഡൗൺ വിത്തൗട്ട് ലൈക്കിംഗ് ദിസ് പിക്. നീ തൊണ്ട് വെച്ചിട്ടുണ്ടെന്നാണ്? ഞാൻ വെച്ചിട്ടില്ല. എനിക്ക് ആവശ്യം താല്പര്യമില്ല. എന്തായാലും വേറെ ഇഷ്ടം പോലെ എഴുതാണ്ട് അതിന്റെ കൂടെ ഈ ഒരു പേപ്പറും കൂടി കിടന്നോട്ടെ. ഞാൻ ആറ്റിറ്റ്യൂഡായിരുന്നു. ഞാൻ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതാണ്ട് ഇങ്ങനെ ഹോളികോടെ തന്നെ നടക്കാണ്. എന്റെ റെഗുലർ എക്സാം സപ്ലി അല്ല. അപ്പൊ ഗ്രാഫിക്സ് എടുക്കുന്ന ജോബി സാർ, നിന്റെ യൂണിവേഴ്സിറ്റി എക്സാം അല്ലേ, അതിന് എഴുതിയാലും തോൽക്കും എഴുതിയില്ലെങ്കിലും നോക്കും. നമ്മള് 4 വിധാക്കത്തിൽ ഡിഫറെന്റ് ഇതാ. ഞാൻ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് തെറ്റിക്കും, ഇവൻ ബാക്കിയുള്ളവർക്ക് ആവറേജ് മാർക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു കൊടുക്കും. നീ ബ്രില്യന്റ് ആയിട്ട് മാർക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പഠിച്ചത് നോട്ട് ചെയ്തേക്ക്. അവൻ മടിയാ, തോറ്റാൽ കുഴപ്പമില്ല, ഞാൻ നമ്മള് ഞാൻ പഠിച്ചിരുന്നത് ഞാനാണെങ്കിൽ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ചുമ്മാ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും.
ആ സാധനം പ്രീവിയസ് ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും ഇപ്പോഴത്തെ ഇമ്പോർട്ടന്റ് ടോപ്പിക് എല്ലാം കൂടെ വെച്ചിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഫോളോ ചെയ്ത ഒരു 70% കിട്ടും. അപ്പൊ എന്നെ വിശ്വസിച്ച് കുറച്ച് കൂട്ടുകാരുണ്ട്, അവര് ചോദിക്കും അവര് ഇതാവാൻ വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ആയോ വെച്ചിട്ട് വൈകിട്ട് വരെ പഠിക്കായിരിക്കും. എന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിക്കുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ഇത് മൂഡ് വന്നല്ലേ ചെയ്യൂ. അപ്പൊ ഞാൻ തൊട്ട് തലേ ദിവസം രാത്രി 8 മണിക്കൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നിട്ട് എനിക്ക് ഇത് പഠിച്ച് തീർക്കാൻ പറ്റൂല. അപ്പൊ നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ ഐഡിയ മാറ്റി സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കും. ഞാൻ ഒരു സാധനം പഠിക്കും, മറ്റൊരെണ്ണം പഠിക്കും, വേറെ പഠിക്കും. എന്നിട്ട് അവസരം സമയം ഫിക്സ് ചെയ്യും. ആ സമയത്ത് വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചത് പറഞ്ഞു കൊടുക്കും. എന്നിട്ട് അവസരം നമുക്ക് 3 പേർക്കും സംഭവം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നോക്കിയിട്ട് 3 പേര് തമ്മിൽ നോക്കും. ഞാൻ ചോദിക്കും മറ്റേ വന്നില്ലേ, അപ്പോഴത്തേക്കും സെറ്റ് ഇല്ലാന്ന് പറയും. എന്നിട്ട് ഞാൻ എഴുതിക്കൊണ്ട് ഞാനിത് മറന്നു പോകും. പഠിപ്പിച്ച ഞാനാ ക്വസ്റ്റ്യൻ എഴുതിക്കുന്നത്, പക്ഷെ എനിക്ക് സാധനം അറിയത്തില്ല. അപ്പൊ ഞാൻ വിളിക്കും അസിസ്റ്റൻസ് ആണ് അപ്പൊ നമ്മൾ തമ്മിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചേക്കുന്നതുകൊണ്ട് നമ്മൾ കോഡൊക്കെ വെച്ചാ പഠിക്കുന്നത്. അപ്പൊ ആ കോഡൊക്കെ അപ്പൊ കോപ്പി അടിക്കാൻ എളുപ്പമാണ്. ഫുൾ ആൻസറും സാധനങ്ങളൊന്നും വേണ്ട, വാക്ക് മനസ്സിലായിരിക്കില്ല, പ്രശ്നമില്ല. നമ്മൾ തമ്മിൽ മറ്റേ ചെറിയ കോഡ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സാധനം കിട്ടും. അതാണ് അല്ലെങ്കിൽ ചെറിയതായിട്ട് ഓക്കെ അതാ, കാരണം ആ കോഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് സെറ്റ് ആക്കും. അപ്പൊ അതുകൊണ്ട് നമുക്കെല്ലാം എപ്പോഴും 80% കഴിയുമായിരുന്നു. ഈ കൂട്ടത്തിൽ കോപ്പി അടിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ പോകും. കോപ്പി അടിച്ചിട്ടേ ഇല്ല, മറ്റേ ഇംഗ്ലീഷിൽ സൈക്കോളജി അല്ല സൈക്കോളജി ഇപ്പഴാണ്. സൈക്കോളജി അല്ലേ പഠിച്ചത്? അല്ല പണ്ട് അതൊന്നല്ല പഠിച്ചത്. എങ്ങും ഇതുവരെ അടിച്ചിട്ടേ ഇല്ല. ബാക്കി എല്ലാരും കോപ്പി അടിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ അല്ലേ? സോണി കോപ്പി അടിച്ചിട്ടുണ്ട്. ഇപ്പോഴും റിസർച്ചിലും കോപ്പി അടി അല്ല, അതാണ് ശരിക്കും അതാണല്ലോ പഠനം വേണ്ടത്. നമുക്ക് അത് കോപ്പി അടി പ്രൊഫഷൻ ആക്കിയ ആളാണ്. നമ്മളൊക്കെ സർവൈവലിന് വേണ്ടി ഉള്ളായിരുന്നു. കോപ്പി അടിച്ച് പൊക്കിയിട്ടുണ്ടോ? അതെ, കോപ്പി അടിച്ചിട്ട് പൊക്കിയിട്ടുള്ള അനുഭവങ്ങളായിരിക്കും. ആരാ പിടിച്ചത്? ഇൻവിജിലേറ്റർ ആണോ? അത് ഏത് ക്ലാസ്സിലാണ്? 7ാം ക്ലാസ്സിലേക്കാണ് അത്. ആക്ച്വലി എനിക്ക് ഒരാളെ ഇവിടെ 2 സൈഡിൽ നിന്ന്, അതായത് നമ്മുടെ ക്ലാസ് റൂമിൽ ബെഞ്ചിലായിരുന്നു ഇരിക്കുന്നത്. വലിയ ഗ്യാപ്പ് ഒന്നുമില്ല എക്സാം ടൈമിൽ. ക്ലാസ് ടെസ്റ്റ് ഒക്കെ ആണ്. ഒരാളെ കോപ്പി അടിച്ചത് നോട്ട്ബുക്ക് തന്നെ തുറന്ന് ചെയ്തതാണ്. അപ്പുറത്തെ കണ്ട് പാസ് ചെയ്തതാണ്. കറക്റ്റ് എന്റെ കിട്ടിയപ്പോൾ പിടിച്ചു. പക്ഷെ അതിനുശേഷം ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട്. അല്ല, ആ സമയത്ത് എന്താ നടപടി? എന്തായിരുന്നു? അടി കിട്ടിയോ അവിടുന്ന്? വേറെ ആരെങ്കിലും കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ടോ? കോപ്പി അടിച്ച് സക്സസ്ഫുൾ അല്ലാതെ പിടിച്ചോ? എപ്പോഴെങ്കിലും പിടിച്ചിട്ടുണ്ടോ? കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ടോ? പറഞ്ഞോളൂ. എല്ലാ സ്റ്റേജിലൂടെയും പോയിട്ടുണ്ട്. ഇതിന്റെ ഫുൾ കൂട്ടുകാരുടെ ടീച്ചർ നോക്കിയിട്ട് എല്ലാം റിലേറ്റബിൾ ആണെന്ന് എനിക്ക്. കോപ്പി അടിച്ച് പിടിച്ചിട്ടുണ്ടോ? ഞാൻ 6th വരെ ഇപ്പൊ പറഞ്ഞ പോലെ സീനിയേഴ്സിനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ഏത് ക്ലാസ് വരെ പറഞ്ഞു കൊടുക്കുമായിരുന്നു? 7th 8th 2 വർഷം ഏത് വിഷയമൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു? പറ്റുമെന്ന് എനിക്ക് തോന്നുന്നതാ. CBSE ഇതിനെ പറ്റി അറിഞ്ഞുകൂടുന്നത്. അത് കഴിഞ്ഞ 10 എത്തിയപ്പോ ടഫ് ആയിരുന്നു. 11 12 അത് കഴിഞ്ഞ് കോളേജ് എത്തിയപ്പോ ഞാൻ എഴുതുന്നു. പണ്ട് ഒരുപാട് പേര് സഹായിച്ചിട്ടുള്ള മനുഷ്യനാണ്. രജനികാന്ത് നോക്കണല്ലോ നോക്കില്ല. ഇപ്പം ലോ കോളേജ് അല്ലേ? നിങ്ങൾ ഏത് ഇയർ ആയിരുന്നു? ഫൈനൽ ഇയർ. ഇവിടെ എക്സാം ഒക്കെ ലോ കോളേജിൽ എക്സാം ആണോ അതോ നിങ്ങൾക്ക് പ്രാക്ടീസ് സെഷൻസ് ആണോ? വാദിച്ച് ഡിഗ്രി മേടിക്കുന്നത് പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷ കണ്ടല്ലോ അല്ലേ? ഇപ്പൊ കോപ്പി അടിക്കുന്നുണ്ടോ? ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അല്ല, എന്നിട്ട് പാന്റ് വലിച്ചു കയറ്റുമോ? എങ്ങനെ? ഓ, ഷോർട്സ് ഒക്കെ ഇട്ട് പോകും, പ്രശ്നമില്ല. നമ്മുടെ കാലഘട്ടം ഭയങ്കര മോശം. ചൊറിയുന്ന പോലൊക്കെ കാണിച്ചു വരച്ചാൽ 3ാം ക്ലാസ്സിലൂടെ എഴുതാൻ പറ്റും. ഇത് പക്ഷേ എഴുതിട്ട് എഴുതിന്റെ വരില്ലേ? അല്ലാതെ പിന്നെ ഞാനതൊരു അപ്പോഴും ബുദ്ധിയുണ്ട്. ആവശ്യം കഴിഞ്ഞാൽ അപ്പൊ തലേന്ന് എണ്ണ പിന്നെ ചിക്കൻ ബോക്സ് വന്നു. ഫോണില് ഫ്രണ്ടിനെ കോൾ ഇട്ടിട്ട് ഹെഡ്ഫോൺ വെച്ച് ചിക്കൻ ബോക്സ് ആരും അടുത്ത് വരില്ല. അത് കൊള്ളാം. നമുക്ക് കൊച്ചില് നമ്മള് പേപ്പർ പാസ് ചെയ്യുമായിരുന്നു. എനിക്ക് തോന്നുന്നു കോളേജിലെത്തിയപ്പോ ആൾക്കാർ മറ്റേ ഫോട്ടോ എടുത്ത് ബ്ലൂടൂത്തിൽ അയച്ചു കൊടുക്കുമായിരുന്നു. അത് നോക്കി എഴുതാൻ പറ്റുമായിരുന്നു. നമ്മൾ ഈ എക്സാം സെന്ററിൽ മൊബൈലില് അനീസ് ഞാനൊക്കെ ഈ ടെക്നോളജി പുരോഗമിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള പരിപാടി വാട്സപ്പ് പോലും ഇല്ല. നമ്മൾ കോളേജിൽ കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഇപ്പൊ എക്സാം 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ 9:55 ക്വസ്റ്റ്യൻ പേപ്പർ കൊടുക്കും, 10 മണിക്ക് ആൻസർ ഷീറ്റ് കൊടുക്കും. അപ്പൊ ഈ പഠിപ്പിച്ചവരും പേടിയുള്ളവരൊക്കെ ആദ്യം കയറും. 9:45 കയറിയിരിക്കും. നമ്മൾ 10:05 10:10 ആയിട്ടേ കയറത്തുള്ളൂ.
എന്നിട്ട് നമ്മൾ വേറെ ഹാളിന്റെ വാതിക്ക് പോയി നിൽക്കും. അവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ ലാസ്റ്റ് ഇരിക്കുന്നവൻ ക്വസ്റ്റ്യൻ പേപ്പർ ചരിച്ച് കാണിച്ചു തരും എസ് ഏതൊക്കെയാണ്. അപ്പോൾ നമുക്ക് അറിയാത്താണെങ്കിൽ അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ പേപ്പർ മറ്റേ ബുക്കിൽ നിന്ന് കീറി എടുത്തോണ്ട് കയറും, അല്ലെ എഴുതി വെച്ചേക്കുന്ന മാറ്റി കയറും. അങ്ങനെയൊക്കെയാണ് നമ്മൾ കോപ്പി അടിക്കാൻ നോക്കിക്കൊണ്ടത്. പക്ഷെ ചെറുപ്പത്തില് ഭയങ്കര പേടിയായിരുന്നു. എക്സാം സെന്ററിൽ പോകുമ്പോഴത്തേക്ക് ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് പഠിച്ചിട്ട് പോവാ. ഞാൻ ഈ പറഞ്ഞ ഞാൻ സീനിയേഴ്സിനെ ചേട്ടന്റെ കൂട്ടുകാരെ സഹായിക്കും എന്ന് പറഞ്ഞ കാലഘട്ടം 5, 6, 7 ഒക്കെയാണ്. അപ്പൊ ആ സമയത്തൊക്കെ ഞാനൊരു 1 മണിക്കൂർ കൊണ്ട് എക്സാം എഴുതി കഴിയും. 40 മാർക്ക് എനിക്ക് എത്ര മതി, എനിക്ക് ഫുള്ള് വേണമെന്നില്ല. ഞാൻ പഠിച്ച് എഴുതും, പിന്നെ ഇരിക്കും. ഇവരെ ഇറക്കി വിടത്തില്ല. ചേട്ടനെ പല ഒരു പ്ലാനും ഇല്ല. എന്റെ മാർക്ക് എനിക്ക് കിട്ടും, എനിക്കറിയാം. ഇനി ബാക്കിയല്ല രക്ഷപ്പെടുത്തത്. അത് തന്നെ. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് പുറകിലാണെങ്കിൽ പിള്ളേർക്ക് എഴുതി തന്നിട്ട് അപ്പൊ ഞാനിങ്ങനെ ഇടയ്ക്ക് തിരിഞ്ഞൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ സ്വാഗിലിരിക്കും. അപ്പൊ ഞാനിങ്ങനെ തിരിച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും. ഇൻവിജിലേറ്റർ അല്ല, പ്രിൻസിപ്പൾ. പുള്ളി ഇങ്ങനെ പെട്ടെന്ന് കയറി വന്നു. അപ്പൊ ഞാനിങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവോ, പുള്ളി കയറി വരുന്നത് എന്റെ മുന്നിൽ നിന്നൊക്കെ ഞാൻ അറിയുന്നില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷൻ തിരിഞ്ഞു. പുള്ളിയാണ് ഭയങ്കര ടെററാണ്, അടിച്ച് പൊട്ടിക്കുന്ന ടൈപ്പ് ഓഫ് പ്രിൻസിപ്പിളാണ്. പുള്ളി ഇങ്ങനെ എടുത്ത് പിടിച്ചെന്നെ കോളറി പിടിച്ചങ്ങ് വലിച്ചു പോകും. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ദേഷ്യം വിഷമമൊക്കെ വരുമ്പോഴല്ലോ നമ്മൾ ഉള്ളി പറഞ്ഞു പൊങ്ങുമല്ലോ, ആ പറഞ്ഞു പൊങ്ങുന്ന തുളുമ്പും. അപ്പൊ ഞാൻ ഇത് ചോദിച്ചത് അപ്പൊ ഭയങ്കര ചൂട് എന്റെ കാലിൽ ഫീൽ ചെയ്ത് എനിക്ക്. എന്റെ തൊടയിൽ കൂടെ ചൂട് ഒഴുകും. മനസ്സിലായത് ഇമോഷൻസ് അനുസരിച്ച് യൂറിന്റെ ടെമ്പറേച്ചർ ഭയങ്കര ചൂടൊരാണ്. നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും വിഷമവും വരുമ്പോഴുണ്ടല്ലോ, പേടിയും സങ്കടം വരുമ്പോ ഇതിന് ഭയങ്കര ചൂടായിരിക്കും എനിക്കൊന്ന് മനസ്സിലാക്കാം. പുള്ളിയൊരു കിഴക്കും അടിയിൽ നിന്നിട്ട് ഇരുത്തി വെള്ളമൊക്കെ തെറിച്ചല്ലേ. ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പുള്ളി ഇങ്ങനെ ഇനി ആവർത്തിക്ക് പോണം, ഇനി ആവർത്തിക്കരുത്. വേറെ ആരൊക്കെ കോപ്പി അടിച്ച് പൊക്കിയിട്ടുണ്ട്? കോപ്പി പൊക്കിയിട്ടുണ്ട് കോപ്പി അടിച്ച്? പറയും വിനീത, പറയും. പിന്നെ നല്ല സ്കൂളാണല്ലോ, അടിച്ചോ കുഴപ്പമില്ലാതെ. എക്സ്പീരിയൻസ് ഇല്ല, കോപ്പി അടിയില്ല. അത് കാരണം പിടിക്കപ്പെട്ട ആളാന്നാണ് പറയുന്നത്. എല്ലാ കള്ളന്മാരും പറയുന്നത്. ആരും നിർബന്ധിച്ചിട്ടാ പിന്നെ അടിച്ചത്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അല്ല, പിടിച്ചാ ബുദ്ധിമുട്ടാണ് പറഞ്ഞത്. സാറ് ഫ്രണ്ടിലോട്ട് നടക്കാം, ഞാൻ ലാസ്റ്റ് ബെഞ്ച്. അപ്പം ഫ്രണ്ട് വരെ എത്തുന്നത് വരെ എനിക്ക് സമയമുണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ഞാൻ ആ ടൈം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടും എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത ആളെ പോലെ കോപ്പി അടിക്കണം. സാർ പെട്ടെന്ന് എനിക്ക് തിരിഞ്ഞു, പുള്ളിക്ക് മനസ്സിലായത്. പുള്ളി ഇങ്ങനെ പിടിച്ചു, ഞാൻ ഇങ്ങനെ നിൽക്കാം. അപ്പൊ അത് ഭയങ്കര നാണയം. എക്സ്ട്രാ ഷീറ്റ്, എക്സ്ട്രാ ഷീറ്റ് 3 വേണം. അല്ല, എനിക്ക് 3 പേപ്പർ വേണം. ഇത് ഏത് ക്ലാസ്സിലായിരുന്നോ അതോ 9th? ഇൻവിജിലേറ്റർ ചില്ലായിരുന്നു. കൊള്ളാം. അല്ല, ഇത് കോപ്പി അടിക്കാനിരിക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരു സാധനം പഠിച്ച സാധനം എഴുതുന്ന അത്രയും, അത് ഒരു സാധനം കോപ്പി അടിച്ചെഴുതുന്ന ഭയങ്കര പാടാ. അല്ല, എത്രയും ടൈം എടുക്കും, ഭയങ്കര പരിപാടി. പഠിച്ചിട്ട് എഴുതുന്നത് തന്നെ നല്ലത്. സത്യം പറഞ്ഞാൽ കോപ്പി എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തോന്നുന്നു അടുത്ത പരീക്ഷ പണ്ടാരെ പഠിച്ചിട്ട് മടുത്തിട്ട് ഞാൻ എങ്ങനെയാന്ന് തോന്നുന്നു പഠിച്ചത്. കോപ്പി അടിക്കാൻ ഭയങ്കര ടാസ്കാ. ഞാൻ ചിറ്റ് കൊണ്ട് കോപ്പി അടിച്ചിട്ടില്ല. അതായത് കൊണ്ടുപോയി ഭയങ്കര പാടാ. നമ്മള് അറിയാവുന്ന ആരെങ്കിലും ഞാൻ പഠിച്ചത് അതന്നെ, ഇവൻ പഠിച്ചത് അതുകൊണ്ടായിരിക്കും വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാൻ വയ്യുന്നു. അല്ല, അത് പഠിക്കാണ്ടിരിക്കാം. അത് ജോൺ. ഞാൻ SSLC ഇതിനൊന്നിപ്പോ ഒരു ചില്ലൊരു സാറായിരുന്നു ഒരു ദിവസം. പല സ്കൂളിൽ നിന്ന്, വേറെ സ്കൂളിൽ നിന്നൊക്കെയാണ് SSLC അത്രയും ഭയങ്കര ഇതാന്ന് കാണിക്കാൻ വേണ്ടി. ആ പുള്ളിക്കാരനാണെങ്കിൽ വന്നിങ്ങനെ മുറുക്കാനൊക്കെ തുപ്പി അങ്ങനെയൊക്കെ നടക്കുന്ന ഒരു വൈബ്. എന്നിട്ട് പുള്ളി വന്നു ഇതൊക്കെ തന്നിട്ടേ പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിയുടെ ഒരു കസിൻ ഇരിപ്പുണ്ടായിരുന്നു എന്റെ ബെഞ്ചിലിരിക്കുന്നത്. അവന് കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പുറത്തുനിന്ന് ബുക്ക് എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് ഇവൻ ബുക്ക് നോക്കി എഴുതുക. അപ്പോഴത്തേക്ക് ഞാൻ നമുക്ക് ആ സാധനം പിടിച്ചു. അതെങ്ങനെയോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അപ്പൊ പുള്ളിക്കാരനാണ് സംസാരിച്ചിരുന്നപ്പോ എന്റെ കൊച്ചച്ഛന്റെ കൂടെ പണ്ട് പഠിപ്പിച്ചിട്ടുള്ളതാ. അപ്പൊ എനിക്കും ബന്ധമായല്ലോ ബുക്ക് ഇടയ്ക്ക് തരണം പറഞ്ഞു. എന്നിട്ട് പുള്ളി കുറച്ച് കഴിഞ്ഞാൽ പുള്ളി പുറത്ത് പോയി നിൽക്കുക. കാരണം ഒരാളെ സഹായിച്ച ബാക്കി പിള്ളേർ കംപ്ലൈന്റ് കൊടുക്കൂലേ. അതുകൊണ്ട് പിള്ളേർ ഫുൾ കോപ്പി SSLC ചെയ്യാം. പക്ഷെ ഒരു ആവശ്യമില്ല, മലയാള സെക്കൻഡ് എന്തുവാ, ഒരു പ്രയോജനമില്ല. നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ ഒരു SSLC ഹയർ സെക്കൻഡറിയിലൊക്കെ ലിബറൽ ഒരു അധ്യാപകൻ വരും. പുറത്തുനിന്ന് അധ്യാപകൻ ആരെങ്കിലും ഭയങ്കരമായിട്ട് പിള്ളേർ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു അധ്യാപകൻ സ്ക്വാഡ് വന്നു കേട്ടോ. അപ്പോഴത്തേക്കും പുള്ളി അവിടെ നിന്ന് ഓടി വന്നിട്ട് കുറച്ച് മുറുക്കാൻ ഇറങ്ങിപ്പോയി.
ഭയങ്കര ലിബറൽ ടീച്ചേഴ്സ് ഉള്ളത്, എസ്പെഷ്യലി കോളേജിൽ ഭയങ്കര അധികം ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലായി. അവര് എക്സാമിന് മുമ്പേ പറയും ഈ 8 ചോദ്യങ്ങളാണ് പറഞ്ഞത്, ഇതിൽ നിന്ന് 7 ഞാൻ ചോദിക്കും, എന്നിട്ടും തോക്കണ ആൾക്കാരുണ്ട്. എന്നാലും പക്ഷെ ചില അധ്യാപകർക്ക് ഭയങ്കര ചിലർക്ക് അവർക്ക് പഠിച്ചിട്ട് ചില കോളേജിലെ ചില അധ്യാപകരുടെ ഐഡിയ എന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും നാളായിട്ട് നന്നായില്ലെങ്കിൽ ഇനി ഇവരെന്തായാലും നന്നാവൂല, അപ്പൊ പിന്നെ ഇവരുടെ അടുത്ത് ചുമ്മാ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന വളരെ നല്ല ചിന്താഗതിയുള്ള പ്രൊഫസേഴ്സ് ഉണ്ട്. അത് തിരിച്ചു ചിന്തിക്കുന്നവരുണ്ട്. വെച്ചാൽ ഒരു തരത്തില് നമുക്ക് രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ലിബറൽ എന്ന് പറയുന്നത് ഭയങ്കര ഡാർക്ക് അധ്യാപനം വന്നാൽ തീർന്ന് എക്സാം. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ മറ്റേ പുള്ളിക്കാരി ഈ ഞാൻ ഈ സ്ട്രിക്റ്റ് സാറുള്ള സമയത്ത് 2 പേര് കോപ്പി അടിക്കാൻ എന്തായാലും പെടും. പെട്ടാലും തോക്കും. മറ്റേ ഈ മെയിൻ എക്സാം അല്ല, നമുക്ക് ടെർമിനൽ എക്സാംസ് ഉണ്ടാവില്ല ഇടയ്ക്ക്, ഓണം ക്രിസ്മസ് ഒക്കെ സ്കൂൾ സമയത്ത്. അപ്പം ഇതിങ്ങനെ കോപ്പി അടിച്ചോണ്ടിരിക്കുക 2 പേര്, നോക്കി എഴുതുക. അവർക്ക് മനസ്സിലായി നോക്കി എത്തിയത് കാര്യമില്ല, കാരണം അനങ്ങുന്നതിനൊക്കെ എളുപ്പമാണല്ലോ. പേപ്പർ എക്സ്ചേഞ്ച്, ഷീറ്റ് എക്സ്ചേഞ്ച് പറ്റുള്ളൂ. നമ്മൾ എഴുതി തീർത്ത പേപ്പർ കൊടുക്കുന്നു, വാങ്ങുന്നു. ഇവന്മാർ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി 2 പേര് എക്സ്ചേഞ്ച് ചെയ്ത് പേപ്പർ എക്സ്ചേഞ്ച് എഴുതിക്കൊണ്ടിരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് സമയം തീർന്നു. എഴുതി കഴിഞ്ഞിട്ട് സാർ മതി എഴുതി. പുള്ളിയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ്, 30 സെക്കൻഡ് പോലും എക്സ്ട്രാ തരാതെ പുള്ളി ഇങ്ങനെ കെട്ടിയെടുത്തിട്ടുണ്ട്. പുള്ളി കെട്ടിയെടുത്തിട്ട് ഇവന്റെയും അവന്റെയും ചേർത്ത ചുരുക്കം പറഞ്ഞാൽ 2 പേരുടെ എക്സാം ഷീറ്റിനകത്ത് മറ്റേവരുടെ 2 പേരുടെ ഓരോ പേപ്പർ വെച്ചിട്ട്, പക്ഷെ എന്നിട്ടും ഒരു പാസ്സായി. അപ്പൊ ഇങ്ങനെ അധ്യാപകർ ചില സമയത്തൊക്കെ ഇങ്ങനൊക്കെ നോക്കുന്നുണ്ടോ, ഇവൻ ഇതുപോലെ എഴുതിക്കൂടെ ബാക്കിയൊക്കെ ഇത് നല്ല അതിന് കൂടുതൽ മാർഗ്ഗം. അല്ല, ചില നെഗറ്റീവ് ഫേസ് ഉള്ള ടീച്ചർമാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, സാറന്മാരും. അവർ ഇൻവിജിലേറ്ററിന് വരുമ്പോ തന്നെ നമുക്കും കുറച്ച് നെഗറ്റീവ് അടിക്കും. ഈ എക്സാംസ് റിസൾട്ട് തോറ്റിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇവരുടെ ടീച്ചേഴ്സിനെ പറ്റി ചോദിക്കാം. അധ്യാപകരുടെ എക്സ്പീരിയൻസ് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. സോണി പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ പിള്ളേർക്ക് എന്തായാലും വട്ടപ്പേര് വല്ലതും ഇട്ടിരുന്നോ പിള്ളേര്? സ്കൂൾ അധ്യാപകൻ ഗ്യാപ്പ് കൊടുത്തില്ല. ഞാൻ ആകെ 6 മാസത്തില് ഞാനൊരു 12 ക്ലാസ് പഠിപ്പിച്ചിട്ടുള്ളൂ. എങ്ങനത്തെ ഫാക്കൽറ്റി ആയിരുന്നു സോണി? അതായത് സ്കൂൾ ലിബറൽ അതോ? അല്ല, നമുക്ക് പരിചയമുള്ള പിള്ളേരൊക്കെ തന്നെയാണ്. ഞാൻ ജസ്റ്റ് അവിടെ ഇറങ്ങി നീ പറഞ്ഞല്ലോ അവിടെ തന്നെ പഠിപ്പിക്കും. ഈ അധ്യാപകരെ പറ്റി പറഞ്ഞു. ലൈഫിൽ അധ്യാപകർ, സോണിയുടെ ലൈഫിൽ അധ്യാപകരിൽ എന്തെങ്കിലും എല്ലാ സ്കൂളിലും ഗുണ്ട പോലത്തെ ആളായിരിക്കും മാത്സിന്റെ ടീച്ചർ. ആൾക്കൊരു ഇരട്ടപ്പേരും ഉണ്ടാവും, ഒരു ഭയങ്കരമായിട്ട് മാത്സ് ആണല്ലേ. അതെന്ന് പറഞ്ഞു ഈ മാത്സ് അവർക്ക് ഇതൊന്നും പറ്റണില്ല എന്നുണ്ട്. മാത്സ് ഡെയിലി ഇത് പഠിക്കുമ്പോ അവരെന്നെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ട്. നാളത്തിന് എടുത്തിട്ട് അടിക്കാം. അടിക്കുന്ന അല്ലാതെ അധ്യാപകരെ പറ്റി എന്തെങ്കിലും ഭയങ്കര രസകരമായിട്ടുള്ള മെമ്മറീസോ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പറഞ്ഞില്ല എന്ത് CD? അയ്യോ പുറത്ത് സ്റ്റിക്കർ ധൂമിന്റെ ആയിരുന്നു. സാറ് ധൂമ് ഞാൻ കണ്ടിട്ട് തിരിച്ചു തരാന്ന് പറഞ്ഞില്ലേ. ഫസ്റ്റിലായിട്ടുള്ള അപ്പോഴേക്കും അവന് ധൂമ്. ഇത് 9th ക്ലാസ്സിൽ ധൂമിന്റെ CD. ഈ ആക്ഷൻ സീൻസ് മാത്രം കട്ട് ചെയ്തൊക്കെ ഞങ്ങളത് ആക്ഷൻ സീൻസ് മാത്രം കാണുന്നു. മ്യൂട്ടിലായിരുന്നു ഈ ആക്ഷൻ സീൻസ് ആൾക്കാർ കണ്ടോണ്ടിരുന്നത്. അതിങ്ങനെ കട്ട് ചെയ്ത് വേറെ സീരീസിനെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് മൾട്ടി സെഷൻ മറ്റേ ഇത് ഇവരുടെ സിസ്റ്റം എന്തോ ലിനക്സ് ഒന്നും ചെയ്യാണ്ട് അത് ആ CD ഓപ്പൺ ആവുന്നില്ല. ഭാഗ്യം. മറ്റേ CD ആണെന്നുള്ള പാരന്റ്സിനെ വിളിച്ച് വർദ്ധിച്ച് സ്കൂള് വിടുന്നത് വൻ വിഷയം. പിള്ളേരെല്ലാം ഇറങ്ങി പോകുന്നു, വീട്ടുകാരെ വിളിക്കുന്നു, വൈസ് പ്രിൻസിപ്പൾ അച്ഛനമ്മ അമ്മയുടെ കാച്ചി എല്ലാം ഹിറ്റ് ആക്കിയാണല്ലോ സ്കൂളിൽ. അതിനുശേഷം നിന്നെ ആൾക്കാർ എന്താ വിളിച്ചോണ്ടിരുന്നത്? ജോൺ എബ്രഹാം. അല്ല നിന്നെ ഇടക്കിടക്ക് എങ്ങനെയാണ് പൊക്കിയത്? എങ്ങനെയാണ്? ഇടയ്ക്ക് വെച്ച് മൊബൈലിന്റെ ഒരു കാലം ഉണ്ടായിരുന്നു. മൊബൈൽ വന്ന് പൊക്കണം. ഇങ്ങനെ റെയ്ഡ് നടക്കുമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ബുക്സിന് വേണ്ടി, പിന്നെ CD ക്ക് വേണ്ടി, പിന്നെ മൊബൈലിന് വേണ്ടി.
പെട്ടെന്ന് കയറി ബുക്സിന് വേണ്ടി ആ പിന്നെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ബുക്സാ സോഷ്യൽ ഓക്കെ 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 അയ്യേ അയ്യേ ഓക്കെ സോഷ്യൽ സ്റ്റഡീസിന്റെ ബുക്സ് അല്ലെന്ന് വേറെ വേറെ ബുക്കുകൾക്ക് വേണ്ടിയുള്ള പെട്ടെന്ന് അധ്യാപനം ഒന്ന് എല്ലാവരുടെയും ബാഗ് എടുക്കുക എല്ലാവരുടെയും ബാഗ് എടുക്കുന്നത് ചുമ്മാ ഒന്ന് ബാഗ് തപ്പിച്ചു എന്നിട്ട് പൊക്കിയിട്ടുണ്ട്. നമ്മൾ അകത്തല്ലേ വെക്കുന്നത് ബാഗ് അല്ല നിന്റെ കാലഘട്ടത്തിൽ ബുക്കില്ലല്ലോ? ഉണ്ട് ഉണ്ട് മറ്റേ ബുക്കുണ്ട് ഫയർ ഫയറല്ലേ നിങ്ങൾ അതെ 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 ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ലേബറിന്റെ മാർക്ക് ചെയ്ത് വന്നില്ലെങ്കിൽ ഫയറിൽ മാർക്ക് ചെയ്തിട്ട് വരും പ്രസക്ത ഭാഗങ്ങള് വരച്ചിട്ട് ഹൈലൈറ്റർ. ഫയർ നിശബ്ദത. ഒരു നിമിഷം മൗനം പ്രാർത്ഥന. ഇല്ല എന്റെ അച്ഛന് ഡിസ്ട്രിബ്യൂഷന്റെ ബിസിനസ് ഇതിന്റെ എന്റെ അച്ഛനെ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല തേയിലയുടെ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്. അപ്പൊ ലോറി വരുമായിരുന്നു. അപ്പൊ ലോറിക്കാരുടെ മിക്കവാറും ആ ബുക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഇവര് രാത്രി ഫയർഫോഴ്സിൽ വീട്ടിൽ പറഞ്ഞു ഫയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ അവരിങ്ങനെ ഓപ്പൺ ആയിട്ട് വെച്ചേക്കും. നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ലോറിയുടെ ചില്ലി നമ്മൾ നോക്കുമ്പോൾ മുത്തുച്ചിപ്പയുടെ ബുക്കൊക്കെ ഇങ്ങനെ അവരിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അവര് കിടന്ന് ഉറങ്ങുമായിരിക്കും ലോറിയുടെ അകത്ത്. അപ്പൊ അവര് വീട്ടിന്റെ സൈഡിലാണല്ലോ പാർക്കാണ്. അപ്പൊ ഞാൻ പോയി പൊക്കിയ സ്കൂളിൽ കൊണ്ടുവരുന്നു. നിന്റെ അന്നത്തെ വെയിറ്റിന് ലോറിയുടെ ഒരു സൈഡൊക്കെ താഴില്ല. ഏത് 9 അല്ല ഇങ്ങനെയുള്ള സാധനം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിൽ സ്റ്റഡ് ആണ് അവൻ. കാരണം ഇത് എല്ലാവർക്കും അക്സസിബിൾ ആയ സാധനമല്ല. ഇത് കൊണ്ടുവരുന്നതിനാണ് രാജാവ്. ഇല്ല പക്ഷെ മേടിക്കാൻ കിട്ടുമായിരുന്നല്ലോ എല്ലായിടത്തും. അല്ലടാ പിള്ളേർക്ക് കിട്ടില്ല. അത് വാങ്ങിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് വാങ്ങിക്കാൻ പോകാൻ ഒരു ധൈര്യം വേണം. പിന്നെ അതിന് പൈസ വേണം. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് അന്നത്തെ എന്റെ കാലഘട്ടത്തിൽ നിന്ന് അത് കയ്യിലുള്ളവൻ രാജാവായിരുന്നു. അത് എല്ലാവർക്കും കിട്ടത്തില്ല. കൊണ്ടുവരുന്ന എല്ലാവർക്കും ഊഴ വിട്ട് സമയം തീരുമാനിച്ച് നിനക്ക് 10 മിനിറ്റ് നിനക്ക് സ്പെഷ്യൽ സ്നേഹമുള്ളതിന് ഒരു രാത്രി കൊടുത്തുവിടുക. അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു. സ്വന്തമാണ് നിക്കറിനകത്തും വെക്കാൻ. അതങ്ങനെയൊന്നുമില്ല. പിടിക്കുന്നുണ്ട് ആരുടെ നിക്കറിനകത്ത്. ഈ കോപ്പിയുടെ കാര്യം വന്നപ്പോൾ ഞാനൊരു കഥ പറയാമെന്ന് വിചാരിച്ച് മറന്നുപോയതിന്റെ ഇടയ്ക്ക്. ഈ നിങ്ങൾ ഈ റിട്ടൺ എക്സാമിനല്ലേ കോപ്പി അടിച്ചിട്ടുള്ളൂ? മറ്റേ എഞ്ചിനീയറിംഗിന്റെ പ്രാക്ടിക്കൽ മറ്റേ ലാബിന് ഇതിൽ ഫസ്റ്റ് ഇയറിൽ നമുക്ക് സ്മിത്തി എന്ന സാധനം ഇല്ലേ, നമ്മള് കൊല്ലപ്പണി ചെയ്യുന്ന ഇരുമ്പിന്റെ ഫയലിംഗ് ഇങ്ങനെ സാധനങ്ങൾ. അപ്പം ഇത് കിട്ടിയ ഫ്രണ്ട്സിന്റെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു നമ്മള്. അപ്പൊ ഇവര് ചെയ്തോണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും പാടുള്ള സാധനം എനിക്കും തോന്നുന്നു. കാരണം നല്ല ഫിസിക്കൽ സ്ട്രെസ് ഉള്ള പരിപാടിയാണ്. അവരുദ്ദേശിക്കുന്ന ആ സാധനം നമുക്ക് ആ ഷേപ്പിൽ അവർ ആഗ്രഹിക്കുന്ന ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ആർക്കും പറ്റാറില്ല സാധാരണ രീതിയിൽ. അപ്പൊ ഇവര് എല്ലാവർക്കും കിട്ടിയ ഒരേ സാധനം കിട്ടുന്ന ഒരു 3-4 പേരുണ്ടാവുമല്ലോ. അതിലൊരുത്തൻ ചെയ്തുകൊണ്ടിരുന്നത് എത്ര വലിയ ശരിയാവുന്നില്ല. അപ്പൊ നോക്കുമ്പോൾ ഈ അലമാരിക്കകത്ത് ഈ സ്മിത്തി ലാബിനകത്ത് അലമാരിക്കകത്ത് പണ്ട് സാറ് ചെയ്ത് വെച്ചിരിക്കുന്ന വൃത്തിയുള്ള സാധനങ്ങളുണ്ട്. അവൻ പോയി ഇത് എടുത്തോണ്ട് പോകും. അവൻ പോയി തുറന്ന പറഞ്ഞ അവൻ എടുത്തോണ്ടെന്ന് വെച്ച്. അപ്പൊ അവന്റെ വർക്ക് തീർന്നു. അപ്പൊ ഒരാൾ കൂടുതലുള്ള നോക്കിയപ്പോഴത്തേക്ക് അവനെ സാധനം ശരിയോട് ഇത് എങ്ങനെ ശരിയാ? അപ്പൊ ഞാൻ അലമാരിക്കകത്തിരിപ്പുണ്ട്. അപ്പൊ 4 പേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ അവസാനം എല്ലാവർക്കും ഓരോന്നെടുക്കാൻ തീരുമാനം. ആരും അറിയാതെ സാറിന്റെ അലമാരി 4 സാധനം എടുത്തോണ്ട് വെച്ച് സബ്മിറ്റും ചെയ്തു. സാറിന് ഇപ്പൊ അസിസ്റ്റൻസ് ചെയ്താൽ കളക്ട് ചെയ്യുന്നു. അപ്പൊ ഓരോരുത്തരുടെ പേര് എഴുതി നോട്ട് ചെയ്ത് എഴുതി വെച്ചു. ഇത് മെയിൻ സാർ പിന്നെ വന്നത് കണ്ടില്ല. ഇവർ എക്സാം എല്ലാം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ സാറ് വന്ന് സാറിന്റെ പണിയായിരുന്നു. ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പിള്ളേർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ സാർ അവരെല്ലാം തിരിച്ചു വിളിപ്പിച്ചു. ഞാൻ എന്തൊരു കിടല സാറാണ്. അപ്പൊ ആ കൂട്ടത്തില് ഈ വിഷ്ണുപ്രിയെ പോലെ ഇതുവരെ കോപ്പി അടിച്ചിട്ടില്ലാത്ത ഒരാളുണ്ടായിരുന്നു, ഒരു ലേഡി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ജീവിതത്തിൽ കോപ്പി അടിച്ചിട്ട് അവൾക്ക് ഇറങ്ങിയില്ലേ. ഈ 4 പേരുടെ കൂട്ടത്തിൽ എല്ലാരും 3 പേരും വെച്ചപ്പോ ഞാൻ മാത്രം വെക്കാതിരിക്കുന്ന വെച്ച് കൂട്ടുകാരനെ സ്നേഹത്തിൽ നീ ഒരെണ്ണം വെച്ചോടി എന്ന് പറഞ്ഞ് വെച്ചിട്ട് അറിയാതെ വിട്ടുപോയതാ. സാർ വിളിച്ച വഴിക്ക് അവള് ചെന്നിട്ട് കാലം വിട്ടു ഞാൻ ചെയ്തു സാർ ശിക്ഷിക്കുന്നു. അങ്ങനെ പ്രാക്ടിക്കൽ എക്സാമിന് വരെ കോപ്പി അടിച്ച് പിടിച്ച പിള്ളേരുണ്ട് കോളേജിൽ. സ്മിത്തി എക്സ്പീരിയൻസ് എനിക്കുണ്ടായിരുന്നു. സ്മിത്തി ഞാൻ എത്ര അടിച്ചിട്ടും അത് ശരിയായില്ല. അത് വളരെ ശരിക്കും ഞാൻ അവസാനം അവിടെ അലമാരി സാധനം എടുത്തു. സ്ഥിരമാണല്ലോ. ഞാൻ മാത്രമേ അത് അങ്ങനെ വേണം. കള്ളത്തരം ചെയ്യുമ്പോൾ ഒറ്റയ്ക്ക് ചെയ്യണം. അത് പാഠമായിരിക്കണം. ഇനി അങ്ങോട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒറ്റയ്ക്കേ ചെയ്യാവുള്ളൂ, വേറെ ആരും അറിയിക്കരുത്. എനിക്ക് 2 വർഷം കഴിഞ്ഞ ചെയ്യണമായിരിക്കും. പിടിച്ചില്ലല്ലോ. ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്കും എന്തെങ്കിലും മറ്റേ ഒറിജിനൽ സാധനം അതേ ജനലിനകത്തൂടെ വെളിയിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് ആ എടുത്ത സാധനത്തിൽ അവരൊരു മാർക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത്
അവര് ചെയ്ത ഓക്കെ തിരിച്ചറിയാം. നിങ്ങൾ ഇനി ബുദ്ധിമുട്ടില്ല, ഞാൻ തന്നെ മാർക്ക് വിട്ടു വെച്ചിട്ടുണ്ട്. ആ മാർക്ക് ഓ, മാർക്ക് മാർക്കായിട്ട് കൺഫ്യൂഷൻ തോന്നി, അന്നേരം ഞാൻ രക്ഷപ്പെട്ടു. മാർക്കില്ല, എന്റെ ഒരു യൂണിവേഴ്സിറ്റി ചെയ്ത മാർക്കുണ്ട്, ISO മാർക്കുണ്ട്. ഓൾറെഡി ചേരമാനിച്ചിട്ട് വെച്ചിട്ട് പ്രത്യേക മാർക്ക്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ മാർക്ക് അവർക്ക് അറിയാൻ വേണ്ടി മാർക്ക് പിടിച്ചില്ല, രക്ഷപ്പെട്ടു. എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അത് ഒറ്റയ്ക്ക് ചെയ്തുകൊണ്ടാണ്. നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെ എന്തായാലും പിടിക്കും. ശരി, നമുക്കിനി ഇത് നോക്കാം കുറച്ച്. നിങ്ങൾ എഴുതി തന്ന സാധനങ്ങൾ നമുക്ക് തുറക്കാൻ പോവുകയാണ്. ഓക്കെ, DY/DX. യുവർ ബെസ്റ്റ് സ്കൂൾ മെമ്മറീസ്. ഫ്രണ്ട്സ് ലഞ്ച് ടൈം. ആരാണത് ഫ്രണ്ട്സ് ലഞ്ച് ടൈം? സോണിയുടെ ആണോ? ഓക്കെ, അടുത്ത ആൾ പൊട്ടിക്കാം. അടുത്ത ആള് വേസ്റ്റ് സ്കൂൾ മെമ്മറി നിൽ. ഓ, സ്കൂൾ മെമ്മറി വേസ്റ്റ് ഇല്ലാത്ത. വേസ്റ്റ് മെമ്മറി ഇല്ലാത്ത ആരാണ്? യശ്. ആരെല്ലാം ആടിയായിരിക്കാൻ വേണ്ടി ബാക്കി സ്പേസ് വെട്ടി cut the remaining space so that nobody adds. ആ പ്രൊഫഷണൽ കുട്ടി. ബെസ്റ്റ് സ്കൂൾ മെമ്മറി സ്കൂൾ ട്രിപ്സ്. ഓക്കെ, ആനുവൽ ഡേ സ്പോർട്സ് Sport day. എന്തായാലും എഴുതിയില്ല, എന്തായാലും ഷെയർ ചെയ്യണോ? പേരെങ്ങനെ? ദിയ ഏബൽ. ദിയ ഏബൽ. ദിയ ബെസ്റ്റ് വേസ്റ്റ് എന്തെങ്കിലും ഒരു ഓർമ്മ? 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഇതുപോലെ ക്ലാസ് 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ക്ലാസ് ബോറടിച്ച് അപ്പൊ അതുപോലെ പെൻസിൽ ഷാർപ്പ് ചെയ്യാനായിട്ട് കോർണറിൽ പോയി നിന്ന് വർത്താനം പറയാറുള്ളതാ. അപ്പൊ ഞാൻ ഇങ്ങനെ ഇതുപോലെ കോർണറിൽ പോയി നിന്ന് ഷാർപ്പ്, അപ്പൊ ക്ലാസ്സിൽ കുടുത്തക്കേണ്ട സെക്കൻഡ് ഉണ്ടായിരുന്നു. അവൻ അങ്ങോട്ട് വന്നിട്ട് ഞാനും ഇവരിങ്ങനെ കണ്ണും കണ്ണും നോക്കി ഷാർപ്പിയോണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അവൻ അത് കോമ്പറ്റീഷൻ ആയി കുറച്ച് ആർക്ക് കൂടുതൽ മോനെ വരും. എന്നിട്ട് ഇവന് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്ത്. അപ്പൊ അവൻ അതിലും വലുതോടെ കാണിച്ചു തന്നിട്ട് ഒറ്റ കുത്തനെ കണ്ണിന് സൈക്കോ. എന്നിട്ട് ശരിക്കും കണ്ടിനകത്തുണ്ടോ അത്? കണ്ണിന് സ്റ്റിച്ചൊക്കെ ഇട്ട് ഭയങ്കര സ്കൂളിലോട്ട് പോകുമ്പോ ഇങ്ങനെ ഫോട്ടോ അടിക്കാൻ പാടില്ല. കണ്ണംശിയൊക്കെ ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് കൊണ്ടുവന്നു. അപ്പൊ ആ സമയം നമുക്ക് പറ്റില്ല കൂളിംഗ് ഗ്ലാസ്. എന്റെ വീട്ടുകാര് ഒരു പച്ച കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് ഇവരെല്ലാരും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ഞാൻ പറഞ്ഞി എന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന ആ കൊച്ചിനെ വഴക്ക് പറയണ്ട, ഞാനിത് പഠിത്തത്തെ പോരാന്നിട്ട് അവസരം എന്റെ അച്ഛൻ വന്നിട്ട് ആ കൊച്ചിനോട് ഞാനോട് എന്റെ മോളെ ചോദിച്ചിട്ടാണ് ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയത്. ഇത് വേസ്റ്റ് അല്ലേ? വേസ്റ്റസ്റ്റ് ഓഫ് ദ വേസ്റ്റ്. ഇതിന് മുകളിൽ വെക്കാൻ ഒന്നിലും പഠിക്കുമ്പോഴത്തേക്ക് ഞാൻ നമ്മളാ TV-യിൽ സിനിമ കാണും, പിള്ളേർ സൂര്യ അതിലൊക്കെ റിപ്പീറ്റ് വരുമല്ലേ. അങ്ങനെ അത് പഠിക്കുള്ള ദിവസമായിരുന്നു. ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു പഠിക്കും. പിറ്റേ ദിവസം രാവിലെ ഞാൻ സ്കൂൾ ബസ് ഇറങ്ങി അങ്ങോട്ട് ഒരു അലമ്പൊരു കൂട്ടുകാരുണ്ട്, അബീന വിളിക്കുന്നത്. അവനെ കൈ നോട്ടിരുന്നു. ഇത് തമ്മിൽ മനസ്സിലായിട്ട് വെക്കണല്ലോ. ഞാൻ അപ്പൊ തന്നെ സ്റ്റാഫ് റൂമിൽ ഇതുപോലെ കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു എന്റെ മുന്നിലിട്ട് അടിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1ാം ക്ലാസ്സിലൊരു എനിക്കൊരു ചെറിയ ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അന്ന് എന്തോന്ന വൈബില് ചെയ്യണതാണ് ഈ ജനാലെ കൂടെ മൂത്രം വയ്ക്കും. അങ്ങനെ ബുക്ക് ചെയ്തു. ക്ലാസ്സിന്റെ അകത്ത് ഇങ്ങനെ പിള്ളേരിങ്ങനെ പുറകിലത്തെ ജനാലെ കൂടെ മൂത്രം വയ്ക്കാനായിട്ട് നമുക്ക് അങ്ങോട്ട് ഒരു പറമ്പായിരുന്നു. അപ്പൊ അതാരോ തുടങ്ങി ഒരു പുതിയ സംഭവമായിട്ട് അത് പിന്നെ കുറെ പേര് ഫോളോ ചെയ്ത് അങ്ങനെ ബുക്ക് ചെയ്യായിരുന്നു. നമ്മുടെ ക്ലാസ്സിൽ മാത്രം നമ്മൾ 10 പഠിക്കുമ്പോൾ 10 ഭയങ്കര അലമ്പാണ്. കാരണം ഒരുപാട് പഠിക്കാനുള്ള നമ്മൾ ഭയങ്കര ഫസ്റ്റായിട്ട് അറിയില്ലായിരുന്നു. ഇന്റർവ്യൂവിന് ഭയങ്കര കളിയാ. ടെസ്റ്റർ കൊണ്ടിട്ട് മറ്റേ ബാസ്കറ്റ് ബോൾ കളിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടൊന്ന് ഡോറിന്റെ മുകളിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ. നമ്മുടെ ക്ലാസ്സിൽ മാത്രം ജനലിന്റെ ഒരു ബാർ അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അതിനകത്തൂടെ പാസ് ചെയ്യാം. അപ്പൊ ചിലപ്പോ പിന്നെ അങ്ങോട്ട് ശീലമായപ്പോ പിള്ളേർ ഭയങ്കര കൂടെ ഇങ്ങളൊക്കെ കിടന്ന് കമ്പ്യൂട്ടർ പിടിച്ചതിനിടെ കാലടിച്ച് അങ്ങനെ. അപ്പൊ ഒരു ദിവസം ഡാനിയൽ എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ ക്ലാസ് ഭയങ്കര സൈസാണ്. ഇന്റർവ്യൂവിന്റെ ഇടയിൽ പുള്ളി കയറിയിട്ട് പകരം അപ്പൊ ഞാൻ ഇക്കളാണ് വെല്ലടിച്ച് പിള്ളേർ ക്ലാസ് കയറി ഡാനിയൽ മാത്രം കമ്പി കിടക്കണം. മറ്റേ പ്രിൻസിപ്പൽ ഇന്റർവ്യൂ എല്ലാവരും കയറി എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ക്ലാസ് ഇട്ടിട്ടില്ല. ഡാനിയലും ക്ലാസ് വരാത്തവർക്ക് പോയിട്ട് ക്ലാസ്സിൽ നിന്ന് മാത്രം ആയാലും ബാക്കി അതൊന്നും പ്രിൻസിപ്പൾ അത് കണ്ടോണ്ടാ വരുന്നത്. ഇവൻ ആളുകൾ തടയുന്നുണ്ട്. ഞാൻ പിന്നെ ഇട്ടോണ്ടിരിക്കായിരുന്നു.
ഇവനിങ്ങനെ വിടവി കിടന്ന് ചിരിച്ചിട്ട് പിടിച്ച് എന്റെ ഞങ്ങളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ദുബായ് ദുബായ് പുള്ളിയുടെ പേര് ദുബായ് എന്നോ? അല്ലടാ ദുബായിന്ന് വന്നത് 11ാം ക്ലാസ്സിലൊക്കെ ഇവിടെ എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ ആയിട്ട് എഞ്ചിനീയറിംഗ് ചേർക്കാനൊക്കെ ആയിട്ട് കൊണ്ടുവരും. മലയാളം നല്ലൊരു രസമാണ്. ഞങ്ങൾ ലിഫ്റ്റ് അടിച്ചായിരുന്നു ബസ്സിന് പോകുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബൈക്കിൽ RC വെച്ചിട്ടുണ്ടായിരുന്നു. ദുബായില് ബൈക്കിൽ ദുബായിൽ 960 ബൈക്ക് ഞാൻ കയറിക്കോട്ടെ ചെയ്യാം. ഞാൻ കയറിക്കോന്ന് പുള്ളി കയറി റൈഡർ നോക്കി കഴിഞ്ഞപ്പോ മൊത്തം ഗേൾസ് ഒക്കെ എടുക്കായിരുന്നു. ഷോ എടുക്കാന്ന് വെച്ചാൽ കയ്യങ്ങ് കൊടുത്തു. അതിന്റെ ബാഗ് കുടുങ്ങി. അതിൽ നേരെ റോഡിലേക്ക് മുണ്ടി വരുന്നു. അതിന്റെ കൂടെ പോയോ? കുറച്ച് സോ നമ്മുടെ സ്കൂൾ മെമ്മറീസിലെ എൻ്റെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് സാധനം ഞാൻ പറയാൻ പറ്റുക ഒരു റെഡ് ബോക്സ് ആണ്. എൻ്റെ കൂട്ടുകാരൻ അലൻസ്കറിയ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ കൊണ്ടുവരുന്ന ഒരു പലഹാര ബോക്സ് ആണ്. അവന് എന്നും എന്തെങ്കിലും വെറൈറ്റി പല ടൈപ്പ് ഓഫ് പലഹാരം അതിനകത്ത് കാണും. ആ റെഡ് ബോക്സ് കൊണ്ടാണ് എൻ്റെ മെമ്മറിയിൽ സ്കൂളിൽ നിന്ന് ആലോചിച്ച് ഞാൻ ആദ്യം ഓർക്കുന്നതാണ്. 1 മുതൽ 4 വരെ സ്ഥിരമായിട്ട് അവൻ്റെ വീട്ടിൽ നിന്ന് ലഞ്ച് കൊടുത്തു വിടുന്നത് കൂടാതെ ഈ റെഡ് ബോക്സിനകത്ത് ഒരു പലഹാരം ഇങ്ങനെ അടിക്കടി കൊടുത്തു. പല ടൈപ്പ് പലഹാരം എല്ലാവർക്കും തരും ചെയ്യാം. ഭയങ്കര ലിബറൽ മൈൻഡുള്ള പയ്യനായിരുന്നു. സാധാരണ പിള്ളേർ ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ ഒതുക്കി ഞാൻ അത് തിന്ന ശരിക്കും എൻ്റെ സ്കൂൾ ലൈഫിൽ ഞാൻ അത് തിന്ന ശരിക്കും വളർന്നത്. സോ എനിക്ക് അത്രയും വലിയ പലഹാര ബോക്സ് ഇപ്പൊ ഇവിടെ വരുമ്പോൾ മന്നെ വരുമ്പോഴാണ് കാണുന്നത്. അല്ല ഇത് എനിക്കുള്ളതാണല്ലോ. എനിക്ക് അങ്ങനെ ഒരു പലഹാരപ്പെട്ടി എന്റെ കണ്ണിൽ എപ്പോഴും ഇങ്ങനെ കൊതിയോടെ നിൽക്കുന്നതാണ്. അതിനുശേഷം ഞാൻ പിന്നെ കാണുന്ന മന്നേലാണ്. മന്നയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് പറയാൻ കാരണം മന്ന ഞങ്ങളുടെ ഫുഡ് പാർട്ട്ണറാണ്. നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ടിക്കറ്റ് കാണിക്കുകയാണെങ്കിൽ മൊഹബത്ത് നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ? മന്നയുടെ മൊഹബത്ത് ഫേമസ് ആണ്. അവരുടെ ലൈം ടീ, അവരുടെ സ്പെഷ്യൽ ലൈം ടീ, സ്പെഷ്യൽ ലൈം ടീ ആണ്. അവരുടെ അപ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റിന്റെ SMS നിങ്ങൾ ബുക്ക് മൈ ഷോയിലാണെങ്കിൽ QR code. If you show the QR code or if you show the SMS, you will get a tea from the restaurant opposite, which is Hotel Manna. And Mannada chai. also. You are non-veg? Are you non-veg? Very good non-vegetarian curries. Snacks. This is incorporation. Manna restaurant. നിങ്ങൾ ഏതാണ് ഫേവറേറ്റ് സ്നാക്ക് മന്നയുടെ? എന്റെ മന്നയുടെ ഫേവറേറ്റ് സ്നാക്ക് മറ്റേ സ്ക്വയർ ഒരു ചപ്പാത്തി പോലെ സ്ക്വയറിലിരിക്കുന്നത്. മടക്കി ചപ്പാത്തി അല്ല മടക്കി പറ്റില്ല, അകത്ത് വെളിയിലൊരു സ്ക്വയർ. അവര് മയോണൈസ് ഒഴിച്ചു തരും. അതിന്റെ പേര് എനിക്കറിയത്തില്ല. അത് അടിപൊളിയാണ്. ഫ്രൈഡ് ഇലാഞ്ചി കൈകടത്ത. സോ മന്ന നിങ്ങൾ ട്രൈ ചെയ്യണം. മന്നയുടെ സ്നാക്സും ഫുഡും അടിപൊളിയാണ്. This is all very experimental. We are also figuring out how to. Okay, thanks for coming. Okay, thanks for the experiment.